السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീൻ പഠിക്കാൻ വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഈ മസ്ജിദിലേക്ക് എത്തിച്ചേർന്നവരെ, അല്ലാഹു തആല നമ്മുടെ ഈ നല്ല നിയ്യത്ത് ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇൽമിന്റെ മജ്ലിസിന് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ദീൻ പഠിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഈ മജ്ലിസിലേക്ക്, ദീനിന്റെ മജ്ലിസിലേക്ക് താല്പര്യപ്പെട്ടുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി അതിനു പകരമായി അവൻ എളുപ്പമാക്കി നൽകും എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി നൽകുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ പരിശ്രമിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ സഹാബി ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, കുന്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫിത്യാനുൻ ഹസാവിറ. ഞങ്ങൾ പ്രായപൂർത്തി എത്തുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിരിക്കുമായിരുന്നു. ഫതഅല്ലംനൽ ഈമാൻ ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ. അങ്ങനെ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ പഠിക്കുമായിരുന്നു, ഈമാൻ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. സുമ്മ തഅല്ലംനൽ ഖുർആൻ ഫസ്ദദ്നാ ബിഹി ഈമാൻ. പിന്നീടാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത്, അങ്ങനെ അത് ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയുണ്ടായി എന്ന് പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ, ഖുർആൻ അത് മനഃപ്പാഠമാക്കുന്നതിന് മുമ്പ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്ന സ്വഹാബികളുടെ അസറുകളാണ്, ഹദീസുകളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായക്കാരായ സ്വഹാബികളെ തന്നെ ഉസൂലുൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ വിശ്വാസ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാത്ത എത്ര ആളുകളാണ് നമ്മുടെ ചുറ്റും മുസ്ലിമീങ്ങളായിക്കൊണ്ട്. അവരിൽ ചിലർ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിഖ്ഹിലൊക്കെ കർമ്മശാസ്ത്രപരമായ വലിയ വലിയ കിതാബുകൾ ഒരുപക്ഷെ അവർ പഠിച്ചിട്ടുണ്ട്. അതിലേതൊരു മസ്അല ചോദിച്ചാലും അവർക്കറിയാം. അങ്ങനെ ഖുർആനും ഹദീസും ഫിഖ്ഹും ഇതെല്ലാം അവർക്കുണ്ട്. ഖുർആനിൽ ഏത് ആയത്ത് ചോദിച്ചാലും, ഏത് സൂറത്ത് നിന്നാണ്, ഏതായത്താണ് ഒക്കെ അവർക്ക് കൃത്യമായി പറയാൻ പറ്റും. പക്ഷെ ഈമാൻ പഠിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ട് എന്താണ് ഉപകാരം ഉണ്ടാകുക? ചിന്തിച്ചു നോക്കൂ. എത്ര നമുക്ക് ചുറ്റുമുള്ള പല ആ രൂപത്തിലുള്ള ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഒക്കെ സ്വന്തമായി പ്രവേശിക്കുകയും ജനങ്ങളെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ. അതിൽ പലരും ഖുർആൻ കോമ്പറ്റീഷനുകളിലൊക്കെ 1ാം സ്ഥാനമൊക്കെ നേടുന്ന ആളുകളുണ്ട്. പക്ഷെ ഈമാൻ കാര്യങ്ങളിൽ എന്താണ് അവരുടെ അവസ്ഥ? അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ എന്താണ് അവസ്ഥ? യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഒരാൾ വിശ്വാസ കാര്യം ശരിയാക്കാതെ ബാക്കിയുള്ള എന്ത് നന്മകൾ പഠിച്ചു പ്രവർത്തിച്ചാലും കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് ഈമാൻ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുക, അത് കൃത്യമായി ആ വിശ്വാസം മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ അമലുകൾ അത് നിലനിൽക്കണമെങ്കിൽ, അത് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാൻ കൂടിയേ മതിയാകും. കാരണം ഈമാൻ ഇല്ലാതെ അമലുകൾക്ക് സ്ഥാനമില്ല. നമ്മുടെ വീടുകൾക്ക് തറയില്ലാതെ പണിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അതിന്റെ പര്യവസാനം? പൊളിഞ്ഞു പോകുന്നതാണ്. നമ്മൾ കെട്ടി ഉയർത്തുന്ന അത്രയോളം അത് കെട്ടി ഉയരുന്നതായിരിക്കും, പക്ഷെ പൊടുന്നങ്ങനെ അതെല്ലാം പൊളിഞ്ഞു പോകും, യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. വേരില്ലാത്ത വൃക്ഷം എങ്ങനെയായിരിക്കും? അത് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് വിശ്വാസ കാര്യം എന്ന് പറയുന്നത്. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഈമാൻ ഇല്ലാതെ അവർ യാതൊരു ഉപകാരവും ഈ ലോകത്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പടച്ചത് തന്നെ, മനുഷ്യരെ പടച്ചത് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ വിശ്വാസമില്ലാതെ ഒരാൾ ഈ ദുനിയാവിൽ എന്തെല്ലാം നന്മകൾ ചെയ്താലും അതുകൊണ്ട് ഉപകരിക്കുകയില്ല എന്ന് കാണാൻ സാധിക്കും. അല്ലെ, ഈ ഈമാൻ കാര്യങ്ങൾ ഒക്കെ വിശദീകരിക്കുന്ന ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസിലാണ്. വളരെ പ്രസിദ്ധമായ സഹീഹ് മുസ്ലിമിൽ 1-ാമത്തെ ഹദീസാണ് ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്നത്. ഈ ഹദീസിൽ ഈമാൻ കാര്യങ്ങളിൽ ഒന്നായ, നിങ്ങൾ പിന്നീട് പഠിക്കും, അൽ ഈമാൻ ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം അവസാനത്തെ കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചില ആളുകൾ, താബിഈങ്ങളിൽപ്പെട്ട ചിലർ, സഹാബിയായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നത്. ഖദറിൽ പിഴച്ചുപോയ ചില ആളുകളെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഖദറിൽ പിഴച്ചുപോയ ആളുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ആ പിഴച്ചുപോയ ആളുകൾ ദീനിയായി നല്ല ഉഷാറായ ആളുകളാണ്. അവർ തൊലബുൽ ഇൽമിന് വേണ്ടി, മതവിജ്ഞാനത്തിന് വേണ്ടി മരുഭൂമികൾ താണ്ടിക്കടന്ന് പഠിച്ച് ആ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ അവരുടെ വിശ്വാസം ഖദറില്ല എന്നാണ്. കാര്യങ്ങളൊന്നും അല്ലാഹു തആല നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല, എല്ലാം അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ് എന്നതായിരുന്നു അവരുടെ വിശ്വാസം. ഇത് കേട്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പ്രതികരിച്ചത്, ഈ പറയുന്ന ആളുകളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായി യാതൊരു ബന്ധവുമില്ല. കാരണം മുഅ്മിനീങ്ങളല്ല, ഖദറിൽ വിശ്വസിക്കാത്തവൻ മുഅ്മിനീങ്ങളില്ല, വിശ്വാസ കാര്യങ്ങളിൽ പിഴവ് വന്നവർ വിശ്വാസികളായി പരിഗണിക്കപ്പെടുകയില്ല. എന്നിട്ട് പറഞ്ഞു, അവർ ഉഹുദ് മലയോളം, ഉഹുദ് മല എത്ര വലുതാണ്, ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും സ്വീകരിക്കുകയില്ല എന്നാണ്. കാരണം വിശ്വാസമില്ലാതെ എത്ര വലിയ ധർമ്മിഷ്ഠനായിട്ട് എന്ത് കാര്യം, എത്ര വലിയ നിസ്കാരക്കാരനായിട്ട് എന്ത് കാര്യം, വർഷാവർഷം ഹജ്ജ് ചെയ്തിട്ട് എന്ത് കാര്യം, സാധിക്കുന്ന അത്ര ഉംറകൾ നിർവഹിച്ചിട്ട് എന്ത് കാര്യം, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ആദ്യം പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് മുസ്ലിമീങ്ങൾ അവർ പിഴച്ചു പോയിട്ടുള്ളത്. ഈ വിശ്വാസ കാര്യങ്ങൾ പഠിക്കാത്തതാണ്. മദ്രസയിൽ എണ്ണി പഠിക്കുന്നുണ്ട്. ഈമാൻ കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ 6 ആണെന്നും അത് ഇന്നതാണ് എന്നും നാം ഈ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ പലരും ആ നിലക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണി പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തുദ്ദേശിക്കപ്പെടുന്നു, എന്താണ് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിൽ ഞാൻ വിശ്വസിക്കേണ്ടതുണ്ട്? എന്താണ് അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളുടെ വിശ്വാസത്തിൽ എനിക്ക് എന്ത് വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്? അൽ ഈമാനു ബിൽ കുത്തുബ്, കിതാബുകളുടെ കാര്യത്തിൽ ഖുർആനിനോടുള്ള നിലപാട് എനിക്ക് എന്തായിരിക്കണം? അൽ ഈമാനു ബിർ റസൂൽ, റസൂലുമാരോടുള്ള വിശ്വാസം ഞാൻ എങ്ങനെയാണ് എന്റെ റസൂലിനോട് ഞാൻ വിശ്വസിക്കേണ്ടത് എന്നത് കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ആഖിറത്തിന്റെ കാര്യത്തിലും ഖദറിന്റെ കാര്യത്തിലും ഒക്കെ കേവലം എണ്ണിപ്പടിച്ചത് കൊണ്ട് ഉപകരിക്കുകയില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമാണ്. കേവലം നാവിലൊതുങ്ങിയോട്ടൊരു കാര്യമില്ല. ഞാൻ മുസ്ലിമാണ് എന്നൊരാൾ വെറുതെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഹൃദയത്തിൽ ഉള്ള കാര്യം അത് അമലുകളായി പുറത്തേക്ക് വരണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്ന് ഉണർത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ വിശ്വാസം ഉണ്ടായത് കൊണ്ടേ കാര്യമുള്ളൂ എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരെങ്കിലും ഒക്കെ ഒരു സൽക്കർമ്മം ചെയ്തു, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട് ചെയ്യണം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് വഹുവ മുഅ്മിനുൻ, ഈമാൻ കാര്യങ്ങളിൽ ഈ പറയുന്ന എല്ലാ ഈമാൻ കാര്യങ്ങളും നിങ്ങൾ ഓർക്കുക. ഈ പറയുന്നതിന്റെ അടിസ്ഥാനപരമായ ഈ കാര്യമാണ് അതിൽ ആദ്യം ഉൾക്കൊള്ളുന്നത്. ഈമാൻ കാര്യങ്ങൾ 6 മാത്രമല്ല, വിശ്വാസ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ ഉസൂലുൽ ഈമാൻ, അടിസ്ഥാന വിശ്വാസങ്ങളാണ് ഇത്. പിന്നെ ബാക്കി കാര്യങ്ങൾ വേറെയുമുണ്ട്.
അപ്പോൾ ആരെങ്കിലും ഒക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, വഹുവ മുഅ്മിനുൻ, ഈ വിശ്വാസ കാര്യങ്ങൾ പഠിച്ചവനാണ് എങ്കിൽ ഫലനുഹ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അല്ലാഹു തആല അവന് നല്ല ജീവിതം ഒരുക്കി കൊടുക്കുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് അല്ലാഹു തആല നല്ല പ്രതിഫലം നൽകും. പക്ഷെ വഹുവ മുഅ്മിൻ, നിബന്ധന അല്ലാഹു തആല വെച്ചിട്ടുണ്ട്, വിശ്വാസം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത് കാണാം, വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും ആഖിറത്തിനെ ലക്ഷ്യം വെച്ചു, വസഅലഹ സഅയഹ, അതിനു വേണ്ട പണിയൊക്കെ എടുക്കുന്നുണ്ട്, ആഖിറത്തിന് വേണ്ട പണിയൊക്കെ എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആഖിറത്തിന് വേണ്ട കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊക്കെ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട് ആ പണിയെടുക്കണം, ഈമാൻ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ പണിയെടുക്കണം. എങ്കിൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പരിശ്രമങ്ങൾക്കെല്ലാം കൃത്യമായ പ്രതിഫലം അല്ലാഹു തആല നൽകും എന്നാണ് പറയുന്നത്. അവിടെയും വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. നോക്കൂ, സൂറത്തു ത്വാഹയിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുഅ്മിനായിക്കൊണ്ട് ആരെങ്കിലും ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിയാൽ, മുഅ്മിനായിക്കൊണ്ട് എത്തിയിട്ടേ കാര്യമുള്ളൂ, ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവർക്ക് മാത്രമാണ്. മുഅ്മിനായിട്ട് പരലോകത്തെത്തണം. വിശ്വാസമില്ലാതെ ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും അവന് കാണാൻ സാധിക്കുകയില്ല. ഹജ്ജ് വർഷാവർഷം ചെയ്തിട്ടുണ്ട്, പാവങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, വടക്കേന്ത്യയിലും തെക്കേന്ത്യയിലും ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലും ഒക്കെ ഒരുപാട് യതീം മക്കളെയൊക്കെ പോറ്റി വളർത്തുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാം നല്ലത് തന്നെ. പക്ഷെ അത് അവന് ഉപകരിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനുള്ള വിശ്വാസമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയില്ല, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ പടപ്പുകൾക്കും കൂടി വകവെച്ചു കൊടുക്കുന്നു, പിന്നെന്താണ് കാര്യമുള്ളത്? വിശ്വാസമില്ലാതായി പോയി സഹോദരങ്ങളെ, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ആർക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത്, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, കാനതു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല വിരുന്ന് അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതവാസികളാണ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒന്നും തെറ്റിപ്പോവുകയില്ല. സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ വിശ്വാസം നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്ന സൂറത്ത്, വളരെ ചെറിയ സൂറത്താണല്ലോ, സൂറത്തുൽ അസ്ർ എന്ന് പറയുന്ന സൂറത്ത്. അവിടെ അല്ലാഹു തആല പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, മനുഷ്യരാശി മുഴുവനും നഷ്ടത്തിലാണ്. മനുഷ്യരാശി, മനുഷ്യനാണെന്ന് പറയുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, ഏത് രാജ്യക്കാരനാകട്ടെ, ഏത് വർണ്ണക്കാരനാകട്ടെ, എല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിജയിക്കേണ്ട ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ആ നഷ്ടത്തിൽ നിന്നും കരകയറാൻ ഒന്നാമത്തെ നിബന്ധന വിശ്വസിക്കണം. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, അതനുസരിച്ച് പ്രവർത്തിച്ച ആളുകൾ, വതവാസൗ ബിൽ ഹഖ്, അത് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, വതവാസൗ ബിസ് സബ്ർ, അതിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾ, ഇവരാണ് നഷ്ടം പറ്റാതെ വിജയിച്ചവർ എന്ന് പറഞ്ഞു. അവിടെയും ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശ്വാസ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിശ്വാസം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇനി ഈമാനുള്ള ആളുകൾ തന്നെ ഈ പറയുന്ന ഉസൂലുൽ ഈമാൻ പോലെയുള്ള വിശ്വാസ കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട് എന്നുണർത്തുന്ന ഖുർആനിലെ ആയത്തുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ പറയും, അവരെ സംബന്ധിച്ചിടത്തോളം ഉസൂൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ നമ്മൾ പണ്ടേ മദ്രസയെ പഠിച്ചല്ലേ, അതിന് പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ 136-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വിശ്വാസം സ്വീകരിച്ചവരെ, ഈമാനിൽ പ്രവേശിച്ച ആളുകളെ കുറിച്ച് വിളിച്ചിട്ടാണ് പറയുന്നത്. അല്ലെ, ഖുർആനിൽ ചിലപ്പോൾ ജനങ്ങളെ വിളിച്ച് പറയാറുണ്ട്, ചിലപ്പോൾ മുഅ്മിനീങ്ങളെ വിളിച്ച് പറയാറുണ്ട്. ഇബാദത്തുകളെ കുറിച്ചൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ജനങ്ങളെ വിളിച്ചു പറയില്ല, മുഅ്മിനീങ്ങളോടാണ് പറയുക. കാരണം ഈമാൻ സ്വീകരിച്ചിട്ടാണല്ലോ ഇബാദത്തുകൾക്ക് സ്ഥാനമുള്ളൂ. എന്നാൽ തൗഹീദിലേക്കുള്ള ക്ഷണം ജനങ്ങളോടാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയും. ഇവിടെ ഈമാൻ സ്വീകരിച്ച ആളുകളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ആമിനു ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അവന്റെ റസൂലിൽ വിശ്വസിക്കണം, അവൻ ഇറക്കിയിട്ടുള്ള കിതാബിൽ വിശ്വസിക്കണം, അവർക്ക് മുമ്പ് ഇറക്കിയിട്ടുള്ള കിതാബിൽ വിശ്വസിക്കണം.
വമൻ യക്ഫുർ ബില്ലാഹ്, ആരല്ലാഹുൽ അവിശ്വസിക്കുന്നുവോ, വമലായികതിഹി, അവന്റെ മലക്കുകളിൽ അവിശ്വസിക്കുന്നുവോ, വകുതുബിഹി വറസുലിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, അവന്റെ പ്രവാചകന്മാരിൽ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ, ഇതിലൊക്കെ ആര് അവിശ്വസിക്കുന്നുവോ ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ വിദൂരമായ വഴികേടിലാണ്, സിറാത്തൽ മുസ്തഖീമിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വിശ്വാസം സ്വീകരിച്ച ആളുകൾ ഇത് പഠിക്കേണ്ടതുണ്ടെന്ന് അറിയിക്കുന്ന കാര്യമാണ്. കാരണം ഒരാൾ വിശ്വാസം സ്വീകരിച്ചു, ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, നിസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന വിശ്വാസ കാര്യങ്ങളിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിയ സിറാത്തൽ മുസ്തഖീമിന്റെ പരിസരത്ത് പോലും ഉണ്ടാവുകയില്ല. ളലാലൻ ബഈദ, വളരെയധികം വിദൂരമായ വഴികേടിലായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ മുഅ്മിനീങ്ങളും പഠിക്കേണ്ടതാണ്. മുഅ്മിനീങ്ങളും ഇത് പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. ഈമാൻ പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ, അവനെ കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഇത് മുഅ്മിനിന് എന്നും ഗുണം ചെയ്യുന്ന കാര്യമാണ്. എത്ര അറിയുന്നവനാണെങ്കിലും ശരി, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ശരി, അവർക്ക് അത് വീണ്ടും വീണ്ടും അത് കേൾക്കുക എന്നുള്ളത് സഹോദരങ്ങളെ തീർച്ചയായും ഉപകരിക്കുന്ന കാര്യമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫദക്കിർ, ഓർമ്മപ്പെടുത്തുക, ഫഇന്ന സിക്ര തൻഫഉൽ മുഅ്മിൻ, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് പറഞ്ഞത്, കുഫാറുകൾക്കല്ല. ഈമാൻ സ്വീകരിച്ചവർക്ക് തന്നെ ഇത് കേൾക്കുക, ഇത് പഠിക്കുക എന്നുള്ളത് ഉപകരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അള്ളാഹു പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. ഇനി കിതാബിലും സുന്നത്തിലും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈമാൻ കാര്യങ്ങൾ അതിൽ അടിസ്ഥാനപരമായത് 6 എണ്ണമാണ് എന്ന് കാണാൻ സാധിക്കും. ഈമാൻ കാര്യങ്ങളിൽ അടിസ്ഥാനം ഉസൂലുൽ ഈമാൻ 6 എണ്ണമാണ് എന്ന് കാണാൻ സാധിക്കും. അതിൽ പലതും ഖുർആനിലെ ആയത്തുകളിൽ തന്നെയുണ്ട്, വ്യത്യസ്ത ആയത്തുകളിലായിട്ടുണ്ട്. അതുപോലെ ഹദീസുകളിൽ അത് കൃത്യമായി 6 എണ്ണം ഒരുമിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പണ്ഡിതന്മാർ ഉസൂലുൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ സിത്തുൻ 6 ആകുന്നു എന്ന് പറയാനുള്ള കാര്യം അതാണ്. ഈമാൻ കാര്യങ്ങൾ 6 ആണ് എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ ഈ 6 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കേട്ടായത്തിൽ തന്നെ കേട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹ്, അല്ലാഹുവിന്റെ വിശ്വാസത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു, വറസൂലിഹി, റസൂലിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കിതാബിലെ വിശ്വാസത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നീട് നിഷേധിക്കുന്ന സമയത്ത് മലായിക്കത്തുകളുടെ വിശ്വാസവും കൂടി അവിടെ പറഞ്ഞു, ആഖിറത്തുള്ള വിശ്വാസത്തെ കുറിച്ച് അവിടെ പറഞ്ഞു. 5 കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോ പടിഞ്ഞാറോ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല പുണ്യം. നിസ്കാരത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല പറഞ്ഞത്. വിശ്വാസമില്ലാതെ ഇങ്ങനെ കിഴക്കോ പടിഞ്ഞാറോ ഒന്നും ഇബാദത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗമുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് നമുക്ക് മഗ്രിബിലേക്കാണ്, പടിഞ്ഞാറേക്കാണ് ഖിബല ഉള്ളത്, അതിന്റെ അപ്പുറത്തെ ഭാഗത്തുള്ള ആളുകൾക്ക് കിഴക്കേക്കായിരിക്കും. അപ്പൊ പുണ്യം എന്ന് പറയുന്നത് നിങ്ങൾ കിഴക്കോ പടിഞ്ഞാറോ തിരിയുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് മാത്രം കാര്യമില്ല. വലാകിന്നൽ ബിർ, യഥാർത്ഥ പുണ്യം മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വൽ മലായിക വൽ കിതാബ് വൻ നബി, ഇതിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, ആഖിറത്തിൽ വിശ്വസിക്കണം, പരലോകമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യണം, അള്ളാഹുവിന്റെ മലക്കുകളിലും കിതാബുകളിലും നബിമാരിലും ഒക്കെ വിശ്വസിക്കണം. എന്നിട്ട് ഇബാദത്ത് ചെയ്താൽ അത് ബിറാവുകയുള്ളൂ, പുണ്യമാവുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. ഇവിടെയും സഹോദരങ്ങളെ 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ നമുക്കൊക്കെ അറിയുന്ന ആമനർ റസൂൽ, അതിൽ ഈ വിശ്വാസ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, ആ റസൂലിന് അള്ളാഹുവിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. തുടർന്ന് അൽ മുഅ്മിനൂൻ, വിശ്വാസികളും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അവർ വിശ്വസിച്ചത്? കുല്ലുൻ ആമന ബില്ലാഹ്, ആ റസൂലും അവരെ തുടർന്ന് വന്ന അനുയായികളും വിശ്വസിച്ചത് എന്തൊക്കെ കാര്യത്തിലാണ്? സഹാബികൾ എന്തൊക്കെ കാര്യത്തിലാണ് വിശ്വസിച്ചത്? മുഅ്മിനീങ്ങൾ എന്തൊക്കെ കാര്യത്തിലാണ് വിശ്വസിക്കേണ്ടത്? കുല്ലും ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കണം, വമലായികത്തി, മലക്കുകളിൽ, വകുതുബിഹി, കുതുബുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ, വറുസുലിഹി, പ്രവാചകന്മാരിൽ. ആ പ്രവാചകന്മാരുടെ വിശ്വാസത്തിന്റെ ചെറിയൊരു വിശദാംശം അല്ലാഹു തആല പറഞ്ഞു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലി, റസൂല് നമ്മുടെ റസൂലാണോ അതല്ല മുൻകഴിഞ്ഞ കാലത്ത് ഇറങ്ങിയ റസൂലാണോ എന്ന വേർതിരിവ് ഞങ്ങൾക്കില്ല, എല്ലാം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. യഹൂദികൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. യഹൂദികൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളവാക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കും. എന്നാൽ നസ്രാണികൾ അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലും ഒക്കെ വിശ്വസിക്കും. പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ അവർ കയ്യിലെടുക്കും. പക്ഷേ അതേ ഗ്രന്ഥത്തിൽ പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിശ്വസിക്കും. എന്നാൽ മുഅ്മിനീങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ്. അത് അല്ലാഹു തആല അവിടെ പറഞ്ഞു.
എന്നിട്ട് മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാകേണ്ട നിലപാട്. വഖാലു സമിഅനാ വഅതഅന, വിശ്വാസ കാര്യങ്ങൾ കേട്ടാൽ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരായിരിക്കും മുഅ്മിനീങ്ങൾ. ഗുഫ്റാനക റബ്ബന, റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം. ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. നോക്കൂ, ഇവിടെയും സഹോദരങ്ങളെ ഈമാൻ കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞു. ഖദറിന്റെ കാര്യം ഇവിടെ വന്നിട്ടില്ല. എന്നാൽ ഖദറിന്റെ കാര്യം സൂറത്തുൽ ഖമറിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. തീർച്ചയായും മുഴുവൻ കാര്യങ്ങളും, ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നേരത്തെ നിശ്ചയിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഖദറിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചതാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഖുർആനിലെ ആയത്തിൽ ഈ ഉസൂലുൽ ഈമാനിലുള്ള തെളിവുകളുണ്ട്. ആയത്തിലും അതുപോലെ തന്നെ ഹദീസിലും തെളിവുകളുണ്ട്. ഹദീസിൽ വളരെ കൃത്യമാണ്. നിങ്ങളൊക്കെ കേട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് സഹാബികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നോക്കണം. അല്ലാഹു തആല ഒരു മലക്കിനെ, ഏറ്റവും ശ്രേഷ്ഠരായ മലക്കാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മലക്കിനെ സഹാബികളുടെ ഇടയിലേക്ക് മനുഷ്യരൂപത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ പറഞ്ഞയച്ചത് സാധാരണ വരുന്ന രൂപത്തിലേ ആയിരുന്നില്ല. സാധാരണ ജിബ്രീൽ വരുന്നത് ഏതെങ്കിലും ഒരു സഹാബിയുടെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ സ്വഹാബികളുടെ നോട്ടം മുഴുവനും ഈ സംസാരത്തിൽ പതിക്കണം എന്ന കാരണത്താൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേക രൂപത്തിലാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞയച്ചിട്ടുള്ളത്. അതായത് മദീനക്കാർക്ക് ആർക്കും അറിയാത്തൊരു രൂപത്തിലാണ് അദ്ദേഹം വന്നതെന്ന്. എന്നാൽ അത് സ്വാഭാവികമായി യാത്രക്കാരനായിരിക്കണമല്ലോ. പക്ഷെ യാത്രയുടെ ഒരു അടയാളവും അദ്ദേഹത്തിന്റെ രൂപത്തിലോ ഭാവത്തിലോ ഇല്ല. അപ്പൊ അന്ന് യാത്ര ചെയ്താൽ ശരീരത്തിലും താടിയിലും മുടിയിലും ഒക്കെ പൊടി പറ്റണം, ഒന്നുമില്ല. വളരെ വെളുവെളുത്ത വസ്ത്രം, മുടിയും താടിയും ഒക്കെ കറുത്തിരുണ്ടിരിക്കുന്നു, കറുകറുത്ത രൂപത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും. ജിബ്രീൽ താടി വെച്ചിരുന്നു, ആ താടി അങ്ങനെ കറുത്തിരിക്കുകയാണ്, മുടിയും കറുത്തിരിക്കുകയാണ്, ദേഹത്ത് ഒരു ചെളിയോ പൊടിയോ ഇല്ല. അപ്പൊ സ്വഹാബികൾക്ക് അത്ഭുതമായി, ഇതാരാണ്? ആർക്കും മനസ്സിലാവുന്നില്ല. മദീനക്കാരനാണെങ്കിൽ എല്ലാവർക്കും അറിയേണ്ടതാണ്, ആർക്കും അറിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആ രൂപത്തിലേക്ക് വന്നു. സാധാരണ പരിചയമില്ലാത്ത രൂപത്തിൽ വന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് യാ മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ഒരാൾക്ക് മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റൂല. യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ്, ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു ഖുർആനിൽ ആയത്ത് ഇറക്കിയതാണ്. പക്ഷെ യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരം. സഹാബികൾക്ക് ഒന്നുകൂടി ആശ്ചര്യമായി. അങ്ങനെ നേരെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടോട് മുട്ട് ചേർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയിൽ കൈവച്ചിട്ടാണ് സംസാരം. ഇതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു അധികാര സ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് എത്തുന്നു. ഇങ്ങനെ സ്വഹാബികളുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാമിൽ 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം ചോദിച്ച ആൾ തന്നെ പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. സ്വഹാബികൾക്ക് വീണ്ടും അത്ഭുതമായി. അവർ പറഞ്ഞു ഫഅജിബ്നാ ലഹു, ഞങ്ങൾക്ക് അയാളുടെ കാര്യത്തിൽ അത്ഭുതമായി. യസ്അലുഹു യുസദ്ദിഖുഹു, അദ്ദേഹമാണല്ലോ ചോദിച്ചത്, എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു താങ്കൾ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. അപ്പൊ ചോദ്യകർത്താവിന് എങ്ങനെയാണ് ഉത്തരം ശരിയാണെന്ന് അറിയുക? അറിയാത്തത് കൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇതും പണ്ഡിതന്മാർ പറഞ്ഞത് സ്വഹാബത്തിന്റെ ശ്രദ്ധ മുഴുവൻ കിട്ടണം. കാരണം ദീനിൽ ഏറ്റവും ഒരാൾക്കും അറിവില്ലായ്മ കുതിർ കിട്ടാത്ത കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. സ്വഹാബികൾ എല്ലാവരും ശ്രദ്ധിക്കണം. ശേഷക്കാരും ഈ ഹദീസ് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിക്കുകയും പഠിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്ര കൃത്യമായി പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ച കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനുശേഷം ചോദിച്ച കാര്യമാണ് വഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് പഠിപ്പിച്ചതാ. ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹ്, ഒന്നാമത്തത് അല്ലാഹുവിൽ വിശ്വാസമാണ്. വ മലായികതിഹി, മലക്കുകളിൽ, വ കുതുബിഹി, കിതാബുകളിൽ, വ റസൂലിഹി, പ്രവാചകന്മാരിൽ, വൽ യൗമിൽ ആഖിർ, ആഖിറത്തിൽ. ഈ 5 കാര്യങ്ങൾ പറഞ്ഞു. വ അൻ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നീ വിശ്വസിക്കണം. ഖൈരിഹി വ ശർരി, ഖൈറാകട്ടെ ഷർറാകട്ടെ എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, വിശ്വസിക്കണം. ഈ 6 കാര്യങ്ങൾ സഹോദരങ്ങളെ ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഈ ഹദീസിൽ വളരെ കൃത്യമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ അവസാനത്തിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്ത മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മറ്റു സ്വഹാബികളും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവസാനം ഉമർ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ ഉമർ അതദ്രി മൻ സാഇൽ, ആ ചോദ്യം ചോദിച്ച ആൾ ആരാണെന്ന് താങ്കൾക്ക് അറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവും റസൂലിനാണ് അറിയുക. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, ജിബ്രീലാണത്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് നിങ്ങളെ ദീൻ പഠിപ്പിക്കാനാണ്. നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചോദിച്ചതാണ്. അദ്ദേഹത്തിന് അറിയാത്ത ആളല്ല, അദ്ദേഹമാണ് വഹിയുമായി വരുന്നത്.
നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടി അത്രയും വലിയ ഒരു ദൗത്യത്തിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു തന്നത്. ഈ രൂപത്തിലാണ് എത്തിച്ചു തന്നത്. ഇങ്ങനെയായിരുന്നു 1400 വർഷം മുമ്പ് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വെച്ച് ആദ്യമായി പഠിപ്പിക്കപ്പെട്ടത്. അതാണ് പിന്നീട് പണ്ഡിതന്മാർ കാലാകാലം ആളുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ കാര്യത്തിലേക്കുള്ള വീണ്ടും വീണ്ടും ആളുകൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. നേരത്തെ മനസ്സിലാക്കിയതുപോലെ മുഅ്മിനീങ്ങൾക്ക് തന്നെ ആവശ്യമായ കാര്യമാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ ലഭിക്കുക എന്നുള്ളത് അല്ലാഹു തആല അവൻ നമുക്ക് നൽകുന്ന അനുഗ്രഹമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അല്ല, അറാബികളായ ആളുകൾ ഗ്രാമീണരായി പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളായി എന്നുള്ളത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുത്തു പറയണ്ട. നിങ്ങളുടെ വലിയ എന്തോ അള്ളാഹുവിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന വലിയൊരു കാര്യമല്ല ഞങ്ങൾ വിശ്വാസികളായി. കുറെ ആളുകൾ ഇങ്ങനെ പല രൂപത്തിൽ ജീവിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി ഞങ്ങൾ വിശ്വാസികളായി. ഇത് നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന അനുഗ്രഹമാണ്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. ഈമാനിലേക്ക് നിങ്ങൾക്ക് അള്ളാഹനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്, അതിനുള്ള ഹിദായത്ത് നിങ്ങൾക്ക് കിട്ടിയത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങളുടെ ശുക്രിന്റെ ഭാഗമാണ് അള്ളാഹു അങ്ങനെ നൽകിയ ആ നിഅമത്തിനെ കുറിച്ച് നന്നായി പഠിക്കുക. ആ നിഅമത്ത് നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഇത് പഠിക്കുന്നത് വഴിയല്ലാതെ ഒരാൾക്കത് ആ മാർഗം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഈമാനുമില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ വിശ്വാസം ശരിക്കും പഠിച്ചാലേ അത് നമ്മളിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുകയുള്ളൂ. അല്ലെ, പിന്നീട് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ തെളിവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഹദീസുണ്ട്, ആയത്തുണ്ട് എന്ന് പറയുമ്പോൾ സംശയം മനസ്സിൽ കുടുങ്ങിയിട്ട് എന്നാലും കുഴപ്പമില്ല, ജാറത്ത് പോയി നോക്കാം, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, പ്രയാസം വരുന്ന സമയത്ത് ഒന്ന് പോയി നോക്കാം, കുഴപ്പമില്ലല്ലോ എന്നെങ്ങാനും മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടായി ഒന്ന് പോയാലോ? സഹോദരങ്ങൾ, ചെയ്തു പോയ മുഴുവൻ അമലും ബാത്തിലായി പോയില്ലേ? ഉടനെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഒന്ന് തൗബ ചെയ്യാൻ പോലും അവസരമില്ലാതെ നരകത്തിൽ കാലാകാലം കത്തിയെരിയുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ മരണപ്പെടുക. ഇത് പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ വേരിറങ്ങിയ ഒരു മരത്തെ പോലെ, വടവൃക്ഷത്തെ പോലെ ഉറച്ചു നിൽക്കാൻ പറ്റും. കാറ്റുകൾ അടിക്കുന്ന സമയത്ത് ആടി ഉലയുകയില്ല. അല്ലെ, പലർക്കും ഇങ്ങനെ സംശയങ്ങൾ കേൾക്കുന്ന സമയത്ത് യൂട്യൂബിലും മറ്റുമൊക്കെ അള്ളാഹു താലയെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിലാകട്ടെ, അള്ളാഹു ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യത്തിലാകട്ടെ, എന്തുമാകട്ടെ, ഇങ്ങനെയുള്ള സംശയങ്ങൾ കേൾക്കുന്ന സമയത്ത് മനസ്സിങ്ങനെ ആടി ഉലയുന്നത് എന്തുകൊണ്ടാണ്? ഇത് പഠിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഖേദമായിരിക്കും തോന്നുക, അവരോട് സഹതാപമായിരിക്കും തോന്നുക. അവർക്ക് ഈ അനുഗ്രഹം കിട്ടാത്തതിന്റെ പേരിൽ അവരോടൊരു സഹതാപം മാത്രമായിരിക്കും തോന്നുക. അവർക്ക് വേണ്ടി ഹിദായത്തിന് പ്രാർത്ഥിക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുക. നമ്മൾ വിഷയത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. ആ കിതാബിലുള്ള കാര്യം ഞാൻ ആദ്യം വായിച്ചു തരാം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് വായിച്ച അർത്ഥം പറഞ്ഞു തരും. കാരണം ഏറ്റവും കുറഞ്ഞത്, അതായത് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ദൗറ കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഓരോ വിശ്വാസ കാര്യങ്ങളിലും ഇതിൽ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അർത്ഥത്തോടു കൂടി അത് പഠിക്കാൻ ശ്രമിക്കണം. ഒരാൾക്ക് മനഃപ്പാഠം അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്കൊന്ന് എടുത്തു പറയാൻ പറ്റണം. അങ്ങനെ ഒരു പഠന ക്യാമ്പായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ വലിയ പ്രസംഗങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പഠന ക്യാമ്പായിട്ട് ഓരോന്നിനും പോയിന്റുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉലമാക്കൾ എഴുതിയ, പണ്ഡിതന്മാർ എഴുതിയ, നമ്മൾ അവലംബിച്ചത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാനിലുള്ള ഇബാറത്തുകളാണ്, അതിലെ ഭാഗങ്ങളാണ്. അപ്പൊ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ അപ്പൊ തന്നെ അത് ഇഫ്ലാക്കാൻ പറ്റണം എന്നില്ല. ഇത് നമ്മളെ കയ്യിലുണ്ടാകണം. ഓരോന്നിലും അള്ളാഹുൽ വിശ്വാസത്തിൽ ഇത്ര കാര്യമാണ് ഞാൻ പഠിക്കേണ്ടത്, മലക്കുകളുടെ വിശ്വാസത്തിൽ ഇത്ര കാര്യം പഠിക്കണം. എല്ലാത്തിലും 4 വെച്ചിട്ടാണ് ഉള്ളത്, ചിലതിൽ കൂടുതലുണ്ട്. അപ്പൊ അത് വെച്ച് പഠിക്കുക. അപ്പൊ അത് ആ നിലക്ക് വേണ്ടിയിട്ടാണ് അർത്ഥം പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ നോക്കുക സഹോദരങ്ങളെ, അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുള്ള വിശ്വാസം. അതിന്റെ വിശദീകരണത്തിൽ ഞാൻ വരാം. ആദ്യം അർത്ഥം പറയാം. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുള്ള വിശ്വാസം. അൽ ഈമാനു ബില്ലാഹ് യതദമ്മനു അർബഅത ഉമൂർ. യതദമ്മനു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അള്ളാഹുള്ള വിശ്വാസത്തിൽ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. അൽ ഈമാനു ബില്ലാഹ് യതദമ്മനു അർബഅത ഉമൂർ. 4 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളണം. അള്ളാഹുള്ള വിശ്വാസം നിനക്ക് ശരിയാകണമെങ്കിൽ ഈ 4 കാര്യങ്ങളും നീ പഠിച്ചിരിക്കണം. 1 പോയാൽ പോയി, 4 പഠിച്ചിരിക്കണം. എന്നിട്ടാ പറയുകയാണ്, ഫമൻ ആമന ബിഹാ
ഫഹുവൽ മുഅ്മിനു ഹഖ്ഖാ. ആരാണോ ഇത് നാലിലും വിശ്വസിക്കുന്നത് അവരാണ് യഥാർത്ഥ വിശ്വാസി. അവൻ മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ, വിശ്വാസി എന്ന് പറയണമെങ്കിൽ ഈ 4 കാര്യങ്ങളും അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. അൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം, അൽ ഈമാനു ബി വുജൂദില്ലാഹി തആല, അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കണം. അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ ഒന്നാമത്തത് അവനുണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ്. അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ല, പക്ഷേ നമ്മൾ അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവുകളുണ്ട്. അസ്സാനി അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹി തആല, അല്ലാഹു റബ്ബാണെന്ന് വിശ്വസിക്കണം. അല്ലാഹു റബ്ബാണ്, നമ്മളെ പടക്കുകയും നിയന്ത്രിക്കുകയും പോറ്റി വളർത്തുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന വിശ്വാസമാണ് അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ രണ്ടാമത്തെ കാര്യം. അസ്സാലിസ് അൽ ഈമാനു ബി ഉലൂഹിയ്യതിഹി, ആരാധന കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ള വിശ്വാസമാണ് മൂന്നാമത്തെ കാര്യം. അർറാബിഅ അൽ ഈമാനു ബി അസ്മാഇഹി വസിഫാത്തിഹി, അല്ലാഹുവിന്റെ ഉന്നതമായ നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. മനോഹരമായ നാമങ്ങളും ഉന്നതമായ വിശേഷണ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ഇതിൽ വിശ്വസിക്കണം. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ സെഷൻ അൽ ഈമാനു ബില്ലാഹ് എന്നുള്ളത് ഇതിൽ ഓരോന്നിന്റെയും എങ്ങനെയാണ് അതിന്റെ വിശദാംശമാണ്. അതായത് ആവശ്യത്തിനുള്ള, നമുക്ക് പരിമിതമായ സമയത്തിലുള്ള വിശദാംശമാണ് സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഹെഡിങ് നോക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നു അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നാണ് പറഞ്ഞത്. അത് ഒന്നാമത്തെ വാക്ക് എന്താണ്? അൽ ഈമാൻ എന്നാണ്. അപ്പൊ അതിന് നമ്മൾ മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം, അതിൽ ഒതുങ്ങി. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ഈമാൻ എന്ന് പറയുന്നത് കേവലം ഖൽബിൽ മാത്രമുള്ള കാര്യമല്ല, മറിച്ച് ഈമാൻ 3 കാര്യങ്ങളിലുണ്ട്. അവർ അതിന് നിർവചനമായി പറയാറുള്ളത് അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നാവ് കൊണ്ടുള്ള പറച്ചിലുകൾ ഈമാനിൽപ്പെട്ടതാണ്. വഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും ഈമാനിൽപ്പെട്ടതാണ്. വഅമലുൻ ബിൽ ജവാരിഹ്, നമ്മുടെ കൈകാലുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതും ഈമാനിൽപ്പെട്ടതാണ്. ഇത് 3 സഹോദരങ്ങളെ ഈമാനിൽപ്പെട്ടതാണ്. ഇതിന് 3നും തെളിവുകളുണ്ട്. പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണയിൽപ്പെട്ടതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒരു പരിഭാഷ വായിച്ച് തെറ്റിദ്ധരിക്കുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ അവർ വീഴ്ച വരുത്തുന്ന കാര്യങ്ങൾക്ക് ഒരു മറയായിട്ട് ഈമാനിനെ അവർ പറയാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തിയാൽ ഈമാൻ ഹൃദയത്തിലല്ലേ എന്ന് പറഞ്ഞിട്ട് ആ വീഴ്ചയെ അവർ ന്യായീകരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്താൽ ഈമാനുണ്ട്, ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ 3 കാര്യത്തിലുണ്ട്. അതിന് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കൽബിൽ തന്നെയാണ്. കാരണം വിശ്വാസ കാര്യങ്ങൾ അത് ആദ്യം കൽബിലാണ്, പക്ഷെ അത് കൽബിൽ ഒതുങ്ങുകയില്ല. നാവ് കൊണ്ട് പറയുന്നത് ഈമാനിലാണ് പെടുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഈമാനിൽ പെടുന്നുണ്ട്. ഇതിന് തെളിവ് സഹോദരങ്ങളെ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഈമാനിനെ കുറിച്ച് മാത്രം തന്നെ പറഞ്ഞു, അൽ ഈമാൻ ബിദ്ഉ വസബ്ഊൻ ഔ ബിദ്ഉ വസിത്തൂൻ, ചില റിവായത്തിൽ 60-ൽ പരം, ചില റിവായത്തിൽ 70-ൽ പരം ശുഅബ, ശാഖകളുണ്ട് എന്ന് പറയുന്നത്. ഈമാൻ ഒറ്റ കാര്യമല്ല. ഈമാൻ എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമല്ല, അത് അതിന്റെ 6 അടിസ്ഥാനങ്ങളുണ്ട്. അതിൽ നിന്നും പുറമേക്കുള്ള ശിഖരങ്ങളുണ്ട്. ഒരു മരത്തെ പോലെ സങ്കല്പിക്കുക. അതിന്റെ ആ വൃക്ഷത്തിന്റെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി അതിന്റെ 6 വേരുകളാണ്, അല്ലെങ്കിൽ 6 തൂണുകളാണ് നമ്മൾ ഈ 6 കാര്യങ്ങൾ. അതിന്റെ ആകാശത്തേക്ക് ഉയരുന്ന മറ്റു വിശ്വാസ കാര്യങ്ങളുമുണ്ട്. അപ്പൊ അതിൽ എത്രയുണ്ട്? 60-ൽ പരം അല്ലെങ്കിൽ 70-ൽ പരം ഈമാനിന് ശാഖകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഈമാൻ ബിദ്ഉ വസബ്ഊന ശുഅബ വഅഫ്ദലുഹാ, ആ 60-ൽ പരം അല്ലെങ്കിൽ 70-ൽ പരത്തിൽ ഏറ്റവും മുന്തിയത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് നീ പറയലാണ് അതിൽ ഏറ്റവും മുന്തിയ കാര്യം. അദ്നാഹ, ഈമാനിൽപ്പെട്ട ഏറ്റവും താഴ്ന്ന ഒരു കാര്യമായി നിനക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നീ ഒരു ഉപദ്രവം കണ്ടു, അത് നീ എടുത്തു മാറ്റി, മറ്റൊരാൾക്കൊരു പ്രയാസം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് നീ അതിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അതും ഈമാനിൽപ്പെട്ടതാണ്. വൽ ഹയാ, ലജ്ജ എന്ന് പറയുന്ന ഗുണം ശുഅബത്തുൻ മിനൽ ഈമാൻ, അതും ഈമാനിന്റെ ഭാഗമാണ്, അതിന്റെ ശാഖയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, 3 കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടില്ലേ? അല്ല, ഈമാനിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഞാൻ പറഞ്ഞ തഅരീഫിൽ, നിർവചനത്തിൽ ഒന്നാമത്തെ കാര്യമാണ്. ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പറച്ചിലിനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഈമാനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്,
വഴിയിലുള്ള ഉപദ്രവം നീക്കുക, അത് അമലും ബിൽ ജവാരിഹാണ്, ഒരാൾ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. നിസ്കാരം അത് ഈമാനിൽപ്പെട്ടതാണ്. നിസ്കാരം ഈമാനിൽപ്പെട്ടതാണ്. അള്ളാഹു തആല നിസ്കാരത്തെ ഈമാൻ തന്നെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യം ഖിബ്ല ഏത് ഭാഗത്തായിരുന്നു? ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു. ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഖിബ്ല മാറ്റം ഉണ്ടായി, കാബയിലേക്ക് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആഗ്രഹിച്ചിരുന്നു, കാരണം അത് ആദ്യത്തെ ഖിബ്ല അതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് ഉണ്ടായത്. പിന്നീട് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം തന്നെ അള്ളാഹു തആല പരിഗണിച്ചിട്ട് കാബയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ മുശ്രിക്കുകൾ പലതും പറഞ്ഞു വരുത്താൻ തുടങ്ങി. ഇവരാദ്യം അങ്ങോട്ട് നിസ്കരിച്ചു, പിന്നെ ഇങ്ങോട്ട് നിസ്കരിക്കുന്നു. അപ്പോ ആദ്യം നിസ്കരിച്ചൊക്കെ ബാത്തിലല്ലേ, കാരണം കിബിലക്ക് നേരത്തെ നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാകൂ. കിബില എന്നുള്ളത് നിബന്ധനയാണെന്നൊക്കെ യഹൂദികൾക്ക് അറിയാമല്ലോ. യഹൂദികൾ ഒളു നിസ്കാരമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ പരിഹസിക്കാൻ തുടങ്ങി. അപ്പൊ ഇവർ ആദ്യത്തെ നിസ്കാരമൊക്കെ ബാത്തിലായല്ലോ എന്ന് പരിഹസിക്കാൻ തുടങ്ങി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും. അള്ളാഹു തആല നിങ്ങളുടെ ഈമാൻ, നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്, പാഴാക്കുകയില്ല. അള്ളാഹു തആല പാഴാക്കുകയില്ല. അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് കാര്യം, അല്ലാതെ നമുക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക എന്നുള്ളതല്ല. ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് അള്ളാഹുവിനെ അനുസരിക്കുക. അള്ളാഹു അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയണം, അള്ളാഹു ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയണം. ആ വിശ്വാസമില്ലാത്ത യഹൂദികൾക്ക് എന്ത് ഇത് പറയാൻ ന്യായം? അള്ളാഹു തആല അനുസരിച്ചുകൊണ്ട്, ഖിബല മാറിയത് അനുസരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിയ ആളുകൾ, അവർക്ക് അവിടെ നിസ്കാരമുണ്ട്, കഴിഞ്ഞു പോയതുമുണ്ട്, ഇപ്പോഴുള്ളതുമുണ്ട്. അള്ളാഹു പാഴാക്കുകയില്ല. അപ്പോൾ ശരീരം കൊണ്ടുള്ള പ്രവർത്തനത്തെ ഈമാൻ എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ പോയിന്റ്. ഈമാനക്കും, സലാത്തിനെ കുറിച്ച്, നിസ്കാരത്തെ കുറിച്ച് ഈമാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പൊ നിസ്കാരം ഈമാനിന്റെ ഭാഗമാണ്. നിസ്കാരം ഈമാനിന്റെ ഭാഗമാണ്. നിസ്കരിക്കാത്തവൻ ഈമാനില്ല, നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല, അവൻ ഈമാനില്ല. കാരണം ഈമാനിന്റെ ഭാഗമാണത്. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? വൽഹയ, ലജ്ജ. ലജ്ജ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാവേണ്ട കാര്യമാണ്. ഒരാൾക്ക് ലജ്ജ ഉണ്ടാവുക എന്നുള്ളത് ഖൽബിലുള്ള കാര്യമാണല്ലോ. അത് ശുഅബത്തും മിനൽ ഈമാൻ. അപ്പൊ ഖൽബ് കൊണ്ടുള്ള കാര്യവും ഈമാനിൽ ഉൾപ്പെടുത്തി. ഇപ്പൊ നാവ് കൊണ്ടുള്ളത്, ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നത്, ഖൽബ് കൊണ്ടുള്ളത്, ഇതെല്ലാം സഹോദരങ്ങളെ ഈമാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനോടൊപ്പം രണ്ട് കാര്യം കൂടി നമ്മൾ അറിയുക. ഈമാനിനെ കുറിച്ച് മൂന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കി. ഈമാൻ നാവ് കൊണ്ടുള്ള പറച്ചിലതിലുണ്ട്, ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിലുണ്ട്, ഖൽബ് കൊണ്ടുള്ള വിശ്വാസവും ഈമാനിൽപ്പെട്ടതാണ്. രണ്ട് കാര്യങ്ങൾ കൂടെ അതോടുകൂടി പഠിച്ചാൽ ഈമാനിന്റെ പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽ ഈമാൻ യസീദ് ബിത്താഅഹ് വയൻഖുസ് ബിൽ മഅസിയ. യസീദ് ബിത്താഅഹ്, പുണ്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും. പുണ്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കും. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈമാൻ ഒരുപോലെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ശേഷക്കാർക്കില്ല. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഈമാൻ പോലെ മറ്റു സഹാബികൾക്ക് പോലുമില്ല. അപ്പോൾ ഈമാൻ നന്മകൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ തിന്മകൾ ചെയ്യുന്ന സമയത്ത് ഈമാനിന്റെ ഗ്രാഫ് താഴോട്ടേക്കായിരിക്കും, താഴോട്ടേക്ക് പോകും. അതായത് കുഫർ പോലെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാത്തിടത്തോളം കുഫർ ഈമാൻ ഒരുമിക്കുകയില്ല. ഒരാൾ ശിർക്കോ കുഫറോ സംഭവിച്ചാൽ അതാണ് ഏറ്റവും വലിയ പാപം, ഈമാൻ ഇല്ലാതായിത്തീരും. എന്നാൽ അതിന്റെ കീഴെയുള്ള തിന്മകളാണ് ഒരാൾക്ക് സംഭവിക്കുന്നത് എങ്കിൽ എത്ര വലിയ വൻപാപമാകട്ടെ, അയാൾ ഈമാൻ കുറഞ്ഞു അവസാനം ഒരിച്ചു ബാക്കിയുണ്ടാകും. അയാൾ ഇസ്ലാമിന്റെ വൃത്തത്തിൽ തുടരാൻ മാത്രമുള്ള ഈമാൻ മാത്രമുള്ള ആളുകൾ ഉണ്ടാകും. അതുകൂടെ ഇല്ലാതായാൽ അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് പോകുന്നതായിരിക്കും ശിർക്കോ കുഫറോ ചെയ്താൽ. ഈമാൻ നന്മകൾ ചെയ്യുന്ന സമയത്ത് വർദ്ധിക്കുകയും തിന്മകൾ ചെയ്യുന്ന സമയത്ത് സഹോദരങ്ങളെ ഈമാൻ ഇല്ലാതായി തീരുകയും ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈമാനിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ, കൃത്യമായ വിശ്വാസം, കൃത്യമായ ധാരണ നമുക്ക് ലഭിക്കുന്നതാണ്. അൽ ഈമാൻ ഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹ് വഇഅ്തിഖാദുൻ ബിൽ ഖൽബ് വയസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസിയ. ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ ഉദ്ധരിക്കാനുണ്ട്. നമ്മുടെ സമയം നിർണയിക്കപ്പെട്ട ചെറിയൊരു സമയമായതിനാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ വിഷയത്തിലേക്ക് സഹോദരങ്ങളെ, അൽ ഈമാൻ ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ എല്ലാ വിശ്വാസം പറയുമ്പോൾ ഈമാൻ ഇതൊക്കെ തന്നെയാണ്, ഈ ആമുഖങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ഓരോ സെഷനിലും വ്യത്യാസം വരിക. അൽ ഈമാൻ ബില്ലാഹ് നമ്മൾ പറഞ്ഞു 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അൽ ഈമാൻ ബി വുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള വിശ്വാസം എന്നുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫിത്രത്താണ്, ശുദ്ധ പ്രകൃതിയാണ്. ഓരോ മനുഷ്യനും
ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ അവന്റെ കൽബിൽ അള്ളാഹു താല നിക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ് എന്നെ ഒരാൾ പടച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത. അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ മിൻ മൗലിദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഒരു കുട്ടിയും ജനിക്കുന്നില്ല അവൻ ശുദ്ധ പ്രകൃതിയിലായിട്ടല്ലാതെ. അത് ജനിച്ചു വീഴുന്ന കുട്ടി എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുക. അബവാഹു യുഹവ്വിദാനിഹി, മാതാപിതാക്കളാണ് അവനെ യഹൂദികളാക്കുന്നത്. ഔ യുനസ്റാനി ഔ യുമജ്ജിസാനി, അല്ലെങ്കിൽ നസ്രാനി അല്ലെങ്കിൽ മജൂസി, മറ്റു മതക്കാരുമുണ്ട്. എല്ലാം മാതാപിതാക്കളാണ് ആക്കുന്നത്. അവൻ ജനിച്ചു വീഴുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അള്ളാഹു താല നിശ്ചയിച്ചു തരുന്നതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫിത്രത്തുള്ളത് കൊണ്ടാണ് ലോകത്തെ ഭൂരിപക്ഷം 99% എന്ന് വേണമെങ്കിൽ പറയാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ല, അവർ പേര് വ്യത്യസ്തമായി പറയുന്നു എന്ന് മാത്രം. ഒരു ലോകത്തെ പടച്ചൊരു നിയന്താവ് ഉണ്ട്. ലോകം അങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈ കാണുന്ന കാര്യങ്ങളൊന്നും വെറുതെ ഉണ്ടായതല്ല. ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയിപ്പോയത്? അല്ലെങ്കിൽ യുക്തിവാദികൾ ആളുകൾ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം, ചിന്തിക്കണം, മനുഷ്യന്മാർ ബുദ്ധിയുള്ളവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മനുഷ്യരിലെ ഭൂരിഭാഗം അവർക്ക് ആരെയും കിട്ടുന്നില്ല. യുക്തിവാദികൾ ഏത് കാലത്തുകൊണ്ട് പരിശ്രമിക്കുന്നു. നമ്മൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ 2-3 ആളെ കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് തോന്നിപ്പോ ഇവരൊന്നാകെ ഇപ്പൊ എല്ലാവരും യുക്തിവാദി. അങ്ങനെയൊന്നുമില്ല. അത് വളരെ കുറഞ്ഞ ആളുകളാണ്. ഇന്നതിപ്പോ കാണിക്കാൻ പറ്റുന്ന ഒരു മേഖല വന്നപ്പോ കുറച്ച് ആളുകൾ കാണുന്നു എന്ന് മാത്രം. ഇവർ പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ മറ്റു മതങ്ങളിൽ നിന്ന് പോലും അള്ളാഹു ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് ആളുകൾ എത്തുന്നില്ല. കാരണം അത് അവരുടെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു താല അങ്ങനെ അത് നമ്മളെ കൽബിൽ തന്നെ ഫിറ്റാക്കിയിട്ടാണ് നമ്മളെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നും അങ്ങനെ വഴിപഴിച്ചവനല്ലാതെ, അത്രയും വലിയ നന്ദി കെട്ടവനല്ലാതെ അതിന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. ഒരാൾ അങ്ങനെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഏറ്റവും വൃത്തികെട്ടവനാണ്. കാരണം അത്രയും ദുഷിപ്പ് കൊണ്ടാണ് ഒരാൾ അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പൊ അള്ളാഹു താല ഫിത്രത്തിൽ തന്നെ നിശ്ചയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ബുദ്ധി. അള്ളാഹു താല നമുക്ക് എന്തിനാണ് ബുദ്ധി എന്നത്? ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയാണ്. അല്ലെ, ബുദ്ധി എന്തിനാണ്? ചിന്തിക്കാനും മനസ്സിലാക്കാനാണ്. ആ ബുദ്ധി ഒരാൾ ശരിക്ക് പ്രയോഗിച്ചാൽ, ഇവരാണ് ബുദ്ധിയുടെ ആളുകൾ എന്നാണ് ഇവർ വാദിക്കുന്നവരാണ്. യുക്തിവാദികളാണ്, അങ്ങനെയുള്ള വാദികളാണെന്നൊക്കെ അവരാണ് വാദിക്കുന്നത്. പക്ഷെ ഈ ശരിക്കൊന്ന് ബുദ്ധി ചിന്തിച്ചു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാൽ, തട്ടിപ്പ് കളിക്കാൻ പാടില്ല, വഞ്ചന കളിക്കാൻ പാടില്ല. ശരിക്കും ബുദ്ധി നീ എല്ലാത്തിനും ഉപയോഗിക്കുന്ന പ്രായോഗിക ബുദ്ധി നീ അള്ളാഹു താലെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യത്തിന് നിന്റെ ബുദ്ധി നിനക്ക് അനുസരിച്ച് നൽകും. എങ്ങനെയാണ്? കാരണം ഇവിടെ ഒരുപാട് പടപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പടപ്പുകൾ അള്ളാഹു താല അവരെ മനസ്സിലാക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. രാവും പകലും മാറി വരുന്നത്, ആകാശ ഭൂമികൾ, വലിയ വലിയ മലകൾ, അതുപോലെ തന്നെ കാടുകളും അതിലൊക്കെയുള്ള വലിയ വലിയ മൃഗങ്ങൾ, കടലിലും കരയിലും ചെറുതും വലുതുമായ ധാരാളക്കണക്കിന് പടപ്പുകൾ. ആ പടപ്പുകളുടെ എണ്ണം തന്നെ നമുക്ക് അറിയുകയില്ല. ഇനി ഓരോന്നിന്റെയും വൈവിധ്യങ്ങൾ നമുക്ക് അറിയുകയില്ല. അത്രയും കൃത്യമായിട്ട് ഇനി ഒരാൾക്ക് സ്വന്തം ശരീരത്തിൽ ഇതൊന്നും നോക്കിക്കാണാൻ സാധിക്കാത്ത ആൾ സ്വന്തം ശരീരത്തിൽ നോക്കിയാൽ വലിയ ഘടനകളാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. ബാഹ്യമായിട്ട് തന്നെ ഏറ്റവും മനോഹരമായി പടക്കപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ, ഇനി ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്ക് നോക്കിയാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. ഇങ്ങനെയുള്ള ഒരു പടപ്പ് ഒരാൾ പറയുന്നത് വെറുതെ ഉണ്ടായതാണ് എന്ന് പറയാം. എന്നാൽ ഇതേ യുക്തിവാദിയോട് ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിട്ട് ഒരു ശബ്ദം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് വെറുതെ ഉണ്ടായതാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങനെ വെറുതെ ഉണ്ടാവില്ല. ശബ്ദം ഉണ്ടാവണമെങ്കിൽ 2 കൈ കൂട്ടിമുട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കൂട്ടിമുട്ടണം. അങ്ങനെ ഉണ്ടായിട്ട് അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അല്ലെ എപ്പോഴും പറയുന്ന പോലെ ചെറിയൊരു മുട്ടുസൂചി കാണിച്ചിട്ട് ഇത് വെറുതെ ഇപ്പൊ അങ്ങനെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അതവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു നിസ്സാരമായ വളരെ ചെറിയൊരു സാധനം പോലും വെറുതെ ഉണ്ടായി എന്ന് പറയുന്നത് മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അല്ല, ഒരു കാര്യം വെറുതെ ഉണ്ടാവുകയില്ല. ഒരു മഖ്ലൂക്ക് ഉണ്ടെങ്കിൽ അതിനൊരു ഖാലിഖ് ഉണ്ടാവും, പടച്ചൊരാളുണ്ടാകും. ഏതൊരു പടപ്പുണ്ടെങ്കിൽ അതിന് പടച്ചൊരാളുണ്ടാകും. അത് സാധാരണ ബുദ്ധിയാണ്. പക്ഷെ ഈ ബുദ്ധിയെ തിന്മകളുടെ ആധിക്യം കാരണത്താൽ അല്ലെങ്കിൽ അള്ളാഹുവിന് മറന്ന് ജീവിക്കാനുള്ള ഒരു മറയായിട്ട് പലരും ഈ ബുദ്ധിയെ മറച്ചുകൊണ്ട് എങ്ങനെയോ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയും ആകാശഭൂമികളെയും ഇങ്ങനെയുള്ള കോടാനുകോടി മൃഗങ്ങളെയും ചെറുതും വലുതുമായ ഒരുപാട് ജീവികളെയും ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്, ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഉണ്ടായതാണ് എന്നെങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, മനുഷ്യന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ
വളരെ കൃത്യമായി മനസ്സിലാക്കും. അല്ലാഹു തആല ഖുർആനിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണത്. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, അവർ ഒന്നുമില്ലാതെ വെറുതെ അങ്ങനെ ഉണ്ടായതാണോ, അങ്ങനെ വെറുതെ ഇങ്ങനെ മുളച്ചു പൊന്തിയതാണോ, അല്ലെങ്കിൽ അംഹുമുൽ ഖാലിഖൂൻ, അവരാണോ എല്ലാത്തിനെയും പഠിച്ചത്? ഇവിടെ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങനെ വെറുതെ ഉണ്ടായതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നാൽ നിങ്ങൾ പറയും ആരാണ് പഠിച്ചത്? അല്ലെ, എന്തിനും പടപ്പ് വേണമെന്നുള്ള മനുഷ്യൻ, ഒരു പടപ്പുണ്ടെങ്കിൽ ഇതിന് പഠിച്ച ഒരാൾ വേണമെന്നുള്ളത് യുക്തിയാണ്. ഒന്നുകിൽ അത് നിങ്ങളായിരിക്കണം, അതല്ല നിങ്ങൾ വെറുതെ ഉണ്ടായി എന്നാണോ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു ചോദിച്ചു അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അവരാണ് പഠിച്ചിട്ടുള്ളത്. ആരാണ് ആകാശഭൂമികളെ പഠിച്ചിട്ടുള്ളത്? ഒരാളെ കാണിച്ചു തരൂ. എല്ലാ യുക്കിനും ദൃഢമായി വിശ്വസിച്ചിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല, വെറുതെ പറയണം ആകാശമൊക്കെ എത്ര വലിയ സാധനം വെറുതെ ഉണ്ടായി, എത്ര വലിയ ഭൂമി വെറുതെ ഉണ്ടായി എന്നൊക്കെ അവർ വെറുതെ പറയുകയാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മഹാനായ സഹാബി ജുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിനെ വിശ്വസിക്കാത്ത കാലഘട്ടത്തിൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്ന അദ്ദേഹം കേട്ടു. അദ്ദേഹം പിന്നീട് പറയാണ്, കാന ഖൽബി അയതീർ വദാലിക അവ്വലു മാ വഖറ ഈമാൻ ഫിൽ ഖൽബി, എൻ്റെ ഖൽബ് ഈ ആയത്ത് കേട്ടപ്പോൾ അത് പറന്നു പോകാൻ, ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ പറന്നു പോകാൻ തുടങ്ങുകയായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഈമാൻ ആദ്യമായി പ്രവേശിച്ചത് കേട്ടപ്പോഴാണ്. ഈ കാര്യം ചിന്തിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള കാര്യം സഹോദരങ്ങളെ അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ അത് അക്കൽ, നമ്മൾ പറഞ്ഞു അക്കല് മതിയായതാണ്, ബുദ്ധി മതിയായതാണ്. ഇത് കാണുന്നതിനെല്ലാം ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് ആരാണെന്നുള്ളത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു തരുന്നു. നല്ല ചിന്തയുള്ള ആളുകൾക്ക്, നല്ല ഉദ്ദേശശുദ്ധിയുള്ള ആളുകൾക്ക് ആ ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ കാര്യം. അത് അല്ലാഹു തആലയുടെ ശറഅ് അല്ലാഹു ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ്. ഖുർആൻ മുഴുവൻ, കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അല്ലാഹു തആല വിശദീകരിച്ചു വന്നിരിക്കുന്നു. ആ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെച്ചിട്ടുള്ളത് അല്ലാഹു തആലയെ മനസ്സിലാക്കാൻ കൂടിയാണ്. ഇതൊരു മുഅ്ജിസത്തായിട്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനുഷികമായിട്ടാണ് ഖുർആനിനെ അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ സംസാരമാണ്. ഇത് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്കിൽ, മനുഷ്യരുടെ സംസാരം പോലെയാണ് എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കൂ, അല്ലെ? ലോകത്ത് ഈ വെല്ലുവിളി ഉണ്ടായതിനു ശേഷം 1400 വർഷങ്ങൾ കഴിഞ്ഞു. ഖുർആൻ പോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ലാഹു തആല ചോദിച്ചതുപോലെ ഒരു 10 സൂറത്ത്, അല്ലെങ്കിൽ ഒരു സൂറത്ത്, ഏറ്റവും ചെറിയൊരു സൂറത്ത്? ഇല്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഖുർആൻ തന്നെ മികച്ചു നിൽക്കുകയാണ്. ഖുർആൻ പോലെ ഒന്നുമില്ല, ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. എത്ര സാഹിത്യ ഗ്രന്ഥങ്ങളോടെ കടന്നുപോയി. ഖുർആൻ പോലെ സ്വീകരിക്കപ്പെടുന്ന, ഖുർആനിന്റെ ഭംഗിയുള്ള എന്താണ് സഹോദരങ്ങൾ ഉള്ളത്? ഒന്നുമില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൃത്യമായി അല്ലാഹു തആലയെ കുറിച്ച് അറിയിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ അദില്ലത്തുൽ ഹിസ് ഉണ്ട്, നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അല്ലാഹു ഉണ്ട് എന്ന് അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുആക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്. നിസ്സാര കാര്യമല്ല. എത്ര ആളുകൾക്ക് അനുഭവം ഉണ്ടാകും. നമ്മൾ പ്രയാസപ്പെട്ട് ദുആ ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ ഉത്തരം കിട്ടുന്നത് നമുക്ക് അല്ലാഹു ഉണ്ട് എന്നുള്ളത് തെളിവാണ്. ആരാണ് അങ്ങനെ തന്നത്? ഇന്നലെ അവർ അങ്ങനെ ഞെരുക്കത്തിൽ നിന്നു അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ച ഒരാൾക്ക്, എത്ര കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്ക് അനുഭവമുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും. അല്ലാഹു പിറ്റേ കാര്യങ്ങളൊക്കെ നേരെ മാറ്റിയിട്ട് കാര്യങ്ങൾ എളുപ്പം നൽകുന്നത് അല്ലാഹു ഉണ്ട് എന്നുള്ളതിനുള്ള വലിയൊരു തെളിവാണ് സഹോദരങ്ങളെ. ഇങ്ങനെ എല്ലാം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അല്ലാഹു ഉണ്ട് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അസ്സാനി അൽ ഈമാനു ബി റുബൂബിയ്യതിഹി സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ രണ്ടാമതായി നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു അർ-റബ്ബാണ്, അല്ലാഹുവാണ് ലോകങ്ങളുടെ രക്ഷിതാവ് എന്നുള്ള വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? അല്ലാഹു റബ്ബാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അവിടെയും വരുന്നു. ഒന്ന്, അല്ലാഹുവാണ് അൽ ഖാലിഖ്, എല്ലാത്തിനെയും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് മനസ്സിലാക്കണം. ദുനിയാവിൽ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന എന്തൊക്കെയുണ്ടോ, ഇനി കണ്ണുകൊണ്ട് കാണാതെ നീ മറ്റു വല്ല സൂക്ഷ്മമായി നോക്കുന്ന മൈക്രോസ്കോപ്പുകൾ എന്തുമാകട്ടെ, എന്തുകൊണ്ട് നീ ഉപയോഗിച്ചു, ഇനി വളരെ ദൂരെ ആയതിനാൽ നീ ടെലിസ്കോപ്പുകൾ കൊണ്ട് നോക്കുന്ന കാര്യമാകട്ടെ, എന്തുമാകട്ടെ, എന്തെല്ലാം പടപ്പുകൾ നീ കാണുന്നുണ്ടോ, നീ കാണാത്തതും ധാരാളം, എല്ലാത്തിനെയും പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റുബൂബിയത്തിലുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. 2, അല്ലാഹു മാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ എല്ലാം ഉടമസ്ഥനാണ്. പടച്ചിട്ട് അതിനെ ഉടമപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയല്ല, അല്ലാഹു എല്ലാത്തിനെയും ഉടമപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ അധീനതയിൽ മാത്രമാണ് ഈ ഭൂമിയിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും, എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ,
അള്ളാഹുവിന്റെ അധീനതയിലാണ് അത് സഞ്ചരിക്കുന്നത്. അതുണ്ടാകുന്നതും മറഞ്ഞു പോകുന്നതും അതിന് ജീവൻ ഉണ്ടാകുന്നതും മരിച്ചു പോകുന്നതും എല്ലാം അള്ളാഹുവിന്റെ അധീനതയിലാണ്. അതുപോലെ അള്ളാഹു അൽ മുദബ്ബിർ, അതിന്റെ എല്ലാം നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. ഒരാൾക്കും സ്വന്തമായി നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് പോലും നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു നമ്മുടെ നിയന്ത്രണത്തിലല്ല, അല്ലെ? നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കിയാൽ പോരെ, ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കൃത്യമായി പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഒരു മനുഷ്യൻ ഞാൻ അശക്തനാണ്, ഞാനൊന്നുമല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കണമെങ്കിൽ സ്വന്തം ശരീരത്തിൽ നോക്കിയാൽ പോരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് പോലെയാണ് എന്റെ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നടക്കും. ഞാൻ വിചാരിക്കും കുറച്ച് കുറക്കാം, കൂട്ടാം. എന്റെ ശരീരത്തിൽ പോലുള്ള കാര്യം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്റെ ശരീരത്തിൽ എവിടെയൊക്കെ രക്തം ഓടണം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് രോഗം വരുന്നു. എല്ലാം സ്വന്തം ശരീരത്തിൽ പോലും നമുക്ക് നിയന്ത്രണമില്ല. അതുപോലെ ലോകത്തുള്ള മുഴുവൻ പടപ്പുകളും ചരാചരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും സഹോദരങ്ങളെ, അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നത്, അള്ളാഹു തന്നെയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന മൂന്ന് കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചു കഴിയുന്നു. അള്ളാഹു തആല പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംർ. നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടില്ലേ? അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ, അവനാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളെ അള്ളാഹു തആല പറയുന്നു അവന്റെ കയ്യിൽ തന്നെയാണ് എന്ന് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്, ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാത്തിന്റെയും അധികാരമുള്ളത്, അധീനത അവന്റെ കയ്യിലാണ്. വല്ലദീന തദ്ഉന മിൻ ദൂനി, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ലാ യംലികൂന മിൻ ഖത്മീർ, ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട, ഈത്തപ്പഴ കുരുവൊന്നും വേണ്ട, അതിന്റെ മേലുള്ള നേരിയ പാട അതുപോലും ഉടമപ്പെടുത്തുന്നതായിട്ട് ദുനിയാവിൽ ആരുമില്ല. ഇത് ഞാൻ സൃഷ്ടിച്ചതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരും പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് അള്ളാഹു തആല നേരത്തെ പടച്ചു വെച്ചിട്ടുള്ള കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി രൂപമാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ മനുഷ്യൻ എന്തെങ്കിലും സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റും? ഒരു ശൂന്യതയിൽ നിന്ന് ഒരു കാർ ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. അള്ളാഹു ആകാശത്ത് ഇരുമ്പിറക്കി തന്നു, ഭൂമിയിലുണ്ടത്, അത് കുഴിച്ചെടുത്തിട്ടാണ് ഇരുമ്പുണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒരു മരത്തെ സൃഷ്ടിച്ചു, റബ്ബർ, അതിൽ നിന്നാണ് മനുഷ്യൻ കാറിഞ്ഞുകൊണ്ട് ടയർ ഉണ്ടാക്കുന്നത്, ഇരുമ്പുണ്ടാക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു പാർട്ട് ഇത് ഞാൻ ഭൂമിയിൽ നിന്ന് ശൂന്യതയിൽ ഉണ്ടാക്കിയതാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കാറിന്റെ കാര്യം മാത്രമാണ്, നിസ്സാരമായ കാര്യമാകട്ടെ. മനുഷ്യൻ ഒന്നിനെയും സ്വന്തമായിട്ട് ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്യാം ഇല്ല. അള്ളാഹു തആല നേരത്തെ പടച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ ധാരാളമുണ്ട്. അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച്, അള്ളാഹു നൽകിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സഹോദരങ്ങളെ മുഴുവൻ കാര്യങ്ങളുടെയും റബ്ബ്. അള്ളാഹു തആല ധാരാളമായി ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം എന്താകുന്നില്ല, ഈമാൻ കാര്യങ്ങൾ പൂർത്തിയാകുന്നില്ല, അല്ലെ? ഈ ഒരു വിശ്വാസം ഒരാൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരാൾ മുഅ്മിനാവുകയില്ല, അയാൾ വിശ്വാസി എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. അയാൾ അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, യുക്തിവാദിയൊന്നുമല്ല. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. രണ്ട്, എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പഠിച്ചത് എന്നൊക്കെ കൃത്യമായി വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ മുഅ്മിനാകുമോ? അവന് വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുമോ? അവനെ വേണമെങ്കിൽ നമുക്ക് മുസ്ലിമീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം, OBC ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്താം. പക്ഷെ അവന് വിശ്വാസി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഒരാൾ മുഅ്മിനാകണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ മുഅ്മിനാകണമെങ്കിൽ ഈ ഒരു വിശ്വാസം കൊണ്ട് മാത്രം ഉപകരിക്കുകയില്ല. ഇതിനുള്ള തെളിവ് ധാരാളമുണ്ട് സഹോദരങ്ങളെ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. അപ്പൊ എന്താണ്? ഒരേ മനുഷ്യനിൽ തന്നെ ശിർക്കും ഈമാനിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. ഇന്ന് ശിർക്ക് ചെയ്യുന്ന ധാരാളക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, അതിന്റെ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ. ഈ ഒരൊറ്റ ആയത്തൊന്നും അവർ പഠിച്ചാൽ മതി. കാരണം ഈ ആയത്തിന് വളരെ കൃത്യമായി തഫ്സീർ നൽകിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ച് തഫ്സീറിന് അള്ളാഹു പ്രത്യേകം
കഴിവ് നൽകണം എന്ന് പ്രാർത്ഥിച്ച മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അദ്ദേഹം പറഞ്ഞു, മിൻ ഈമാനിഹിം, ഈ പറഞ്ഞ ആളുകളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാ വമൻ ഖലഖൽ അർദ് വമൻ ഖലഖൽ ജിബാൽ ഖാലു അല്ലാഹ് വഹും മുശ്രികൂൻ. അവരോട് ആരാണ് ആകാശം പടച്ചത്, അവരോട് ആരാണ് ഭൂമിയെ പടച്ചത്, പർവ്വതങ്ങളെ പടച്ചത് ആരാണ്, ഇതൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചോൾ, അവർ പറയും അല്ലാഹ് വഹും മുശ്രികൂൻ. എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നവരാണ്. അവരൊരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, അതായത് മക്കാ മുശ്രിക്കുകളെ കുറിച്ചിട്ടാണല്ലോ ഇത് പറയുന്നത്. അവരൊരിക്കലും ആകാശഭൂമികളെ പടച്ചതും നിയന്ത്രിക്കുന്നതും ഒക്കെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ അവരുടെ കൈകളാൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണെന്നോ പുണ്യപുരുഷന്മാരാണെന്നോ എന്നവർ വാദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, എവിടെയും തെളിയിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞാൽ അവർക്കൊരു ഈമാൻ ഉണ്ട്. ആ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തുള്ള ഈമാനാണ്. നമ്മളിപ്പോ പഠിച്ചാൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹി തആല ഏതാണ്. എന്നാൽ അത് പൂർണ്ണമായി അവർ വിശ്വസിച്ചു എന്നല്ല. കാരണം നമ്മൾ റുബൂബിയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തത് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല, അല്ലെ? മരിച്ച് നമ്മൾ മണ്ണായാൽ പിന്നെ ഒരു മടക്കം വിദൂര സാധ്യതയാണ്, ഉണ്ടാവില്ല, നിഷേധിച്ചവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. ബാസിൽ പുനരുത്ഥാനത്തിൽ നിഷേധിച്ചു. എന്നാൽ അവർ അള്ളാഹുവിനെ പൂർണ്ണമായി നിഷേധിച്ചു എന്നല്ല, അള്ളാഹു താനെ അറിഞ്ഞിട്ടില്ല എന്നല്ല, അവർ അതുണ്ടാവില്ല, അള്ളാഹു അങ്ങനെ ഒരു പുനരുത്ഥാനമൊന്നുമില്ല, ഇതോടുകൂടി അള്ളാഹു നമ്മുടെ ജീവിതമൊക്കെ എല്ലാം തീർക്കും എന്ന വിശ്വാസമായിരുന്നു. പക്ഷെ മറ്റു റുബൂബിയത്തിന്റെ കാര്യത്തിൽ സഹോദരങ്ങളെ അവർ വിശ്വസിച്ചിരിക്കുന്നു. മഹാനായ മുജാഹിദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ ഇബ്നു അബ്ബാസിന്റെ, അദ്ദേഹം പറഞ്ഞു, ഈമാനുഹും ഖൗലുഹും അല്ലാഹു ഖാലിഖുന വയർസുഖുന വയുമീതുന ഫഹാദാ ഈമാനു മഅ ശിർക്കി ഇബാദതിഹിം ഗൈർ. അല്ലെ, ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ചില ആളുകളുണ്ട്. അവർ അള്ളാഹുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ എന്താ പറയാറുള്ളത്? അള്ളാഹു ഖാലിഖ്, അള്ളാഹുവാണ് നമ്മളെ ഖാലിഖ്, നമ്മളെ കച്ചവടം നടത്തി തരുന്ന അള്ളാഹുവാണ്, അള്ളാഹുവാണ് റാസിഖ്. ഇത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായിട്ട് പറയുന്നത്. അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നത്. ഇതാണ് അവരുടെ ഈമാൻ. മറ്റുള്ള ഇബാദത്തിൽ ശിർക്ക് ചെയ്യുന്നതോടൊപ്പം അവരുടെ ഈമാൻ ഇതാണ് ഈ പറഞ്ഞത്, ആയത്തിൽ പറഞ്ഞ വിശ്വാസവും ശിർക്കും അതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹി തആല എന്നുള്ളത് കൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഒരാൾ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എന്താവുന്നില്ല, ഒരാൾ വിശ്വാസിയാകുന്നില്ല. ഇനിയും തെളിവുകൾ നോക്കൂ. മക്കാ മുശ്രിക്കുകളുടെ റുബൂബിയത്തുള്ള വിശ്വാസം അവർ മുഅ്മിനീങ്ങളാക്കിയിട്ടില്ല എന്നറിയിക്കുന്ന തെളിവുകൾ അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ ചിലത് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ വിശ്വാസികളാണ് എന്ന് സ്വയം ധരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടും ഞാൻ വിശ്വാസിയാണ്, കാരണം ഞാൻ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ദൈവമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എല്ലാം അള്ളാഹുവാണ്. ഇനി അള്ളാഹു കൊടുത്ത എന്തെങ്കിലും കഴിവെന്ന് ഞാൻ ആരോടൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾ മനസ്സിലാക്കണം, നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകളും അള്ളാഹു തആലയെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത്. അള്ളാഹു തആല അത് പറയുന്നു, നബിയെ അവരോട് ചോദിക്കാൻ വേണ്ടി പറയാൻ, വലഇൻ സഅൽതഹും, നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ ആരാണ് പടച്ചതെന്ന് ചോദിച്ചാൽ, വസഖറ അശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നത്, നമ്മുടെ കൺട്രോളിലല്ല, അതൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. എല്ലാം അള്ളാഹുവിന്റെ കീഴിലാണ്, അള്ളാഹു കീഴ്പ്പെടുത്തിയിട്ടാണ് നമുക്ക് രാവും പകലൊക്കെ മാറുന്നത്. ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ലാ യഖൂലുന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു ആണെന്ന് പറയും. ലാ യഖൂലൂന അല്ലാഹ് എന്ന് മാത്രമല്ല അള്ളാഹു തആല പറഞ്ഞത്. അറബി ഭാഷയിൽ തീർച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു നൂനുണ്ട്, നൂന് തൗക്കീദ് എന്ന് പറയുന്ന നൂൻ, അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അള്ളാഹു തആല പറഞ്ഞത്. ലാ യഖൂലുന്നല്ലാഹ്, തീർച്ചക്ക് തീർച്ച അള്ളാഹു ആണ്, അവർക്ക് സംശയമില്ല. ഫഅന്നാ യുഫകുൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത്? ഇബാദത്തിന്റെ കാര്യം വരുമ്പോഴെന്തേ അവർ ഇങ്ങനെല്ലാം കഴിവുണ്ടായിരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാതെ ഇനിയും ധാരാളം. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാ, അവരോട് ചോദിക്കുകയാണ് ആരാണ് ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്, ഫഅഹ്യാ ബിഹിൽ അർദ്, അത് മുഖേന ഭൂമിയെ ജീവസുറ്റതാക്കുന്നത് ആരാണ്, മിൻ ബഅദി മൗതിഹാ, അത് മരിച്ച് ഒന്നുമില്ലാതെ ഉണങ്ങിക്കിടന്നതിന് ശേഷം അതിൽ ചെടികളെ മുളപ്പിക്കുന്നതും ധാന്യങ്ങളെ മുളപ്പിക്കുന്നതും ഒക്കെ ആരാണ്? ലാ യഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയും. പക്ഷെ ബൽ അക്സറുഹും ലാ യഖിൽ, അധികം ആൾക്കാർ ചിന്തിക്കുന്നില്ല, അവരിൽ അധികം ആൾക്കാരും ചിന്തിക്കുന്നില്ല. ഒരുപാട് ആയത്തുകൾ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ. ഇനി ഒന്നുകൂടി, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാത്തിന്റെയും മലകൂത്ത്, എല്ലാത്തിന്റെയും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? വഹുവ യുജീർ, അവരാണ് എല്ലാവർക്കും രക്ഷ നൽകുന്നത്. നോക്കണം, മക്കാ മുശ്രിക്കുകൾ അള്ളാഹിനെ കുറിച്ച് വിശ്വസിച്ചതാണ്. വഹുവ യുജീർ, എല്ലാവർക്കും അഭയം നൽകുന്നത് അള്ളാഹുവാണ്.
വല യുജാറു അലൈഹി, അവനെതിരിൽ ഒരാളിൽ നിന്ന് നിനക്ക് അഭയം ലഭിക്കുകയില്ല. അള്ളാഹുവിനെതിരിൽ ഒരാളും നിനക്ക് അഭയം നൽകുകയില്ല. അങ്ങനെയൊക്കെയുള്ളത് ആരാണ്? നിങ്ങൾ അറിയെങ്കിൽ പറഞ്ഞതാ. സയഖൂലൂന ലില്ലാഹ്, അപ്പോഴും മക്കാ മുശ്രിക്കുകൾ പറയുന്നത് അള്ളാഹു തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അവരൊരിക്കലും അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളോ വിഗ്രഹങ്ങളോ അവരാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നതെന്നോ, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവരാണ് നേരെ ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നെന്നോ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് അവർ വിഗ്രഹങ്ങളെ സമീപിച്ചത് എന്തിനാണ്? ഔലിയാക്കളെയും ആ നാട്ടിൽ ഉണ്ടായിരുന്ന മരിച്ചുപോയ ലാത്തയെ പോലെയുള്ള സാലിഹ്യങ്ങളെയും എന്തിനാണ് സമീപിച്ചത് എന്നതും വളരെ കൃത്യമായി ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ ഈ മക്കാ മുശ്രിക്കുകൾ സ്വീകരിച്ചിരുന്നു. ഔലിയ എന്ന് അള്ളാഹു പറഞ്ഞ വാക്കാണ്, രക്ഷാധികാരികൾ എന്ന അർത്ഥത്തിൽ ഔലിയ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ അവർ എന്തിനാണ് സ്വീകരിച്ചത്? അള്ളാഹു അവരുടെ വാക്കായിട്ട് നമുക്ക് അറിയിച്ചു തരികയാണ്. ഇത് അറിയിച്ചു തരുന്നത് പിൽക്കാലക്കാർ ഇതേ ശിർക്കിൽ പെടാൻ സാധ്യതയുണ്ട്, അതിൽ പെടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മക്കാ മുശ്രിക്കുകളുടെ ചരിത്രം കേട്ടിട്ട് ആ വയല് പറയാനല്ല, മറിച്ച് ഇതേപോലെ ഇനിയും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഖുർആനിലെ താക്കീതുകൾ മുഴുവൻ. അവ പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളെ ഈ പറയുന്ന ആളുകൾ ഞങ്ങൾക്ക് അടുപ്പിച്ചു തരും. എനിക്ക് നേരിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ദൂരമാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് പാപികളായത് കാരണത്താൽ നേരിട്ട് പറയാൻ കഴിയില്ല. ഇവരോട് പറഞ്ഞാൽ അവർ ആ ഡിസ്റ്റൻസ് കുറച്ച് തരും, അള്ളാഹുലേക്ക് ഇവർ ഞങ്ങൾ അടുപ്പിക്കും. കാരണം ഇവർ അടുത്ത ആളുകളാണ്. ലാത്ത അടുത്ത ആളാണ്, നല്ല മനുഷ്യനാണ്. ഹാജിമാർക്കൊക്കെ സെവീഖ് മധുര പലഹാരം കൊടുത്ത നല്ല മനുഷ്യനാണെന്നോ ലാത്ത്, അത് അവർക്കറിയാം. നല്ലവരെയും ചീത്തവരെയൊക്കെ അവർക്ക് കൃത്യമായി തിരിച്ചറിയാനുള്ള കഴിവെങ്കിൽ അവർക്കുണ്ടായിരുന്നു. അവരേതെങ്കിലും തെമ്മാടിയോ ഭ്രാന്തനെയോ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ നല്ലവരെയൊക്കെ അവർക്ക് കൃത്യമായി അറിയായിരുന്നു. ലാത്തയോടാണ് അവർ പ്രാർത്ഥിച്ചത്. ഏതെങ്കിലും തെമ്മാടിയെ മക്കാ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചതായിട്ട് അറിയുമോ? ഒരിക്കലും അറിയാൻ സാധിക്കുകയില്ല. അവരുടെ കൂട്ടത്തിൽ തെമ്മാടികൾ ധാരാളം ഉണ്ടായിരുന്നല്ലോ. മക്കാ മുശ്രിക്കുകൾ തെമ്മാടിത്തത്തിൽ ജീവിച്ച ആളുകളാണ്. എല്ലാ അധർമ്മവും ഉണ്ടായിരുന്ന ജാഹിലിയത്തിന്റെ ഖറ അങ്ങനെ ഉണ്ടായിരുന്നതാണല്ലോ മക്കയിലെ കാലഘട്ടം. എന്നിട്ടും അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു തെമ്മാടിയോട് മക്കാ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കുകയില്ല. നല്ല ആൾക്കാർ അവർക്ക് അറിയായിരുന്നു. ലാത്ത നല്ല മനുഷ്യനായിരുന്നു, കൂട്ടത്തിൽ നല്ല മനുഷ്യനായിരുന്നു. ആ ലാത്തയോടാണ് അവർ പ്രാർത്ഥിച്ചത്. നോക്കൂ, അവർ കാരണം എന്താണ് പറഞ്ഞത്? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അള്ളാഹുവിന് പുറമെ ചില ആളുകളോട് ഇബാദത്ത് ചെയ്യും. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ ചെയ്യാനും സാധിക്കുകയില്ല, എന്നാലും ദുആ ചെയ്യും. അള്ളാഹു തആല പറഞ്ഞു വയഖൂലൂൻ, എന്നിട്ട് അതിന് ന്യായമായി അവർ പറയുന്നു ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് ഇവരുണ്ടാകും. അത്രേ വിശ്വസിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഇവർ ഞങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും, ഇവർ മഴ പെയ്യിപ്പിച്ചു തരും, ഇവർ ഞങ്ങളുടെ മരിപ്പിക്കും, ഇവർ ജീവിപ്പിക്കും എന്നൊന്നും വിശ്വസിച്ചിട്ടില്ല. ഇവർ ലോകം നിയന്ത്രിക്കും എന്നും വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് മക്കാ മുശ്രിക്കുകൾ പറയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയാതിരിക്കുക? അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ വാക്കായിട്ടാണ് അള്ളാഹു തആല പറഞ്ഞു തരുന്നത്. യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുക്കൽ അടുപ്പിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവരല്ല. എന്നാൽ ഈ തൗഹീദ് പറയാൻ ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ തൗഹീദിനെ വേറെ രൂപത്തിലേക്ക് സംസാരിക്കുന്ന ആളുകൾ അള്ളാഹു തആല ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് അള്ളാഹുവിനെ അറിയാത്ത ആളുകളായിരുന്നു. അങ്ങനെ അള്ളാഹിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അങ്ങനെ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ആൾക്കാർ മാത്രമുണ്ട്, ദഅവത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുന്ന ആളുകൾ. അവർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തൽ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നന്നായി പരിചയപ്പെടുത്തും, പക്ഷേ ആ റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയില്ല. ഇനി പറഞ്ഞാലും ആ റബ്ബിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നത് ശിർക്കാണ്, ദീനിൽ നിന്ന് പുറത്തു പോകും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു വിലക്കൊന്നും എവിടെയും കാണൂല. അങ്ങനെ ഒരു നഹ്യുൻ അനിൽ മുൻകർ, മുൻകറിനെ വിരോധിക്കുന്നത് കാണൂല. ചിലപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറയും, അള്ളാഹുവിനെ കുറിച്ച് നന്നായി പറഞ്ഞു തരും. ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കും. പക്ഷെ എന്തു കാര്യം? നഹ്യുൻ അനിൽ മുൻകർ ഇല്ല, തിന്മയെ വിരോധിക്കുന്നില്ല. സമൂഹത്തിന് ചുറ്റും ജാറങ്ങളും ദർഗകളുമായി അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ആളുകൾ ചെല്ലുമ്പോൾ, ഏലസുകൾ ധരിക്കുമ്പോൾ, ഉറുക്കുകൾ ധരിക്കുമ്പോൾ, അള്ളാഹു അല്ലാത്ത ആളുകൾ വരവേൽപ്പിക്കുമ്പോൾ അതിനെതിരെ താക്കീതില്ല. കാരണം അങ്ങനെ താക്കീത് ചെയ്താൽ മസ്ജിദുകൾ ലഭിക്കുകയില്ല, ആളുകളുടെ ആക്ഷേപം ലഭിക്കും, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായി തീരും, തീവ്രവാദികളായി ചിലപ്പോൾ ചാപ്പ കുത്തിയേക്കും. ഇങ്ങനെയൊക്കെ കാരണം ഉണ്ടായേക്കാം. സഹോദരങ്ങളെ, ഇത് ശരിയായ ദഅവത്തിന്റെ രീതിയല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ മാത്രം വിശ്വസിച്ചാൽ ഒരാൾ മുഅ്മിനാവുകയില്ല. അങ്ങനെ മുഅ്മിനാകണമെങ്കിൽ
ഇവരൊക്കെ മുഅ്മിനാകേണ്ടതാണ്. അതുപോലെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്തുള്ള വിശ്വാസം ഉലൂഹിയത്തിലേക്കുള്ള വിശ്വാസം ഉണ്ടാകാൻ കാരണമാണ്. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല തെളിവായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, ആരാണ് അല്ലാഹു അല്ലാതെ ആരാണ് ഇത് ചെയ്തു കൊടുത്തത്, എന്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന കാര്യം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് റുബൂബിയത്തുമായി ബന്ധപ്പെട്ട്. ഇനി റുബൂബിയത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ഒരാളുകൾ നേരത്തെ പറഞ്ഞ ഒന്ന് യുക്തിവാദികളെ പോലെയുള്ള ആളുകളാണ്. അവർ പറഞ്ഞു വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇതൊരു കേവലം ദുനിയാവുമാണ്. നമൂതു വനഹ്യ, ഞങ്ങളിവിടെ മരിക്കുന്നു ജീവിക്കുന്നു, വമാ യുഹ്ലികുന ഇല്ല ദഹർ, എല്ലാം കാലമാണ്. അല്ല, അങ്ങനെ പറയുന്ന ആളുകൾ എല്ലാം കാലത്തിന്റെ ഒരു കളി, കാലമാണ്. എന്തെങ്കിലും ദുരന്തം ഉണ്ടാകും, കാലം, എല്ലാം കാലത്തിലേക്ക്, കാലത്തിനെ ദൈവമാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നിഷേധിക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ ചില റുബൂബിയത്തിന്റെ കാര്യങ്ങൾ നിഷേധിക്കുന്ന ആളുകളുണ്ട്, അവരും കാഫിറുകളാണ്. അള്ളാഹുവിന്റെ ബാസിനെ നിഷേധിക്കുന്ന ബാസികൾ ഉണ്ടായിരുന്നു. ബാത്ത് പാർട്ടി എന്ന് പറയുമ്പോൾ അറിയാം, മുമ്പ് സദ്ദാം ഹുസൈനൊക്കെ ഉണ്ടായിരുന്ന ഇറാഖിലെ പാർട്ടി ബാത്ത് പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ബാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ബാസികൾ. അതായത് പുനരുത്ഥാനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല, കാഫിറുകളായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയാണ് നമുക്ക് അറിയുകയില്ല. പക്ഷെ ആ പാർട്ടിയും ആ ആളുകളും യഥാർത്ഥത്തിൽ ഇസ്ലാമോ യാതൊരു ബന്ധവുമില്ല. ബാസിൽ ഒരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം അല്ല. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ചിലതിനെ നിഷേധിക്കുന്നവരും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മക്ക മുശ്രിക്കുകൾക്ക് ഇല്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്. എത്ര അപകടം പിടിച്ച കാര്യമാണ്. ഇന്ന് നമുക്കത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും കേട്ടു, ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുപോലും ചർച്ച നടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഏതൊരു കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ചില ആളുകൾ വന്നു, മക്ക മുശ്രിക്കുകൾ പറയാത്ത രൂപത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്, ലോകത്തിന് ചുറ്റും കുത്തുബുകളുണ്ട്, കുത്തുബുൽ ആലമുണ്ട്, കുത്തുബുൽ ജമാൻ ഉണ്ട്. ഓരോ കാലഘട്ടത്തിലും കുത്തുബുൽ ജമാനാണ്. മൊയ്തീൻ ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു, ഇന്നിപ്പോ CM മടവൂരാണ്. ഈ രൂപത്തിലൊക്കെ റുബൂബിയത്തിൽ തന്നെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, റുബൂബിയത്തിൽ തന്നെ അയാളാണ് ഞങ്ങളുടെ പടച്ചോൻ എന്നുവരെ പറയാൻ ഒരു പേടിയുമില്ലാതെ അള്ളാഹു താലയുടെ അദാബാണ് നമ്മൾ പേടിക്കുന്നത്. റബ്ബിനോട് എപ്പോഴും നമ്മൾ തേടേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു താലയുടെ ശിക്ഷ വരുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുകയില്ല. അള്ളാഹു താല ഹദീസിൽ വന്ന കാര്യമാണത്. വലിയ ഇത്തരത്തിൽ തിന്മകൾ പറയുന്ന സമയത്ത് അസാബുകൾ വരും. അപ്പൊ സാലിഹ്യങ്ങൾ കുറച്ച് ആളുകളുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുകയില്ല. നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മളും പേടിക്കണം. ഇവരുടെയൊക്കെ കൂട്ടത്തിലാണല്ലോ, കൂടെയൊക്കെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യമാണ്. അല്ല, തമാശയായിട്ട് മാത്രം എടുക്കേണ്ട കാര്യമല്ലത്. ഈ രൂപത്തിൽ സംസാരങ്ങൾ പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ കോപമുണ്ടായാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ, ഒരു മലയുടെ ചെറിയൊരു ഭാഗം ഇളകിപ്പോയേക്കും. 4 ഗ്രാമങ്ങൾ ഇല്ലാതായിപ്പോയി, 500-ൽ പരം ആളുകൾ മരിച്ചുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ, അള്ളാഹു തആലയുടെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ നിസ്സാരമായതുപോലെ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് കേവലം അവരെ പരിഹസിക്കാനുള്ള ഒരു കാര്യമായി മാത്രം നമ്മൾ എടുക്കാൻ പാടില്ല. മറിച്ച് ഉമ്മത്തിനോടുള്ള അങ്ങേറ്റത്തെ കടപ്പാട് നമ്മൾ മനസ്സിലാക്കണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തൗഹീദ് നന്നായി പറഞ്ഞു കൊടുക്കണം. എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ആളുകൾ പഠിച്ചതും, ഇത് പറയുന്ന ആളുകൾ പഠിച്ചതും ഒക്കെ ഈ പറയുന്ന സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ മദ്രസകളിൽ തന്നെയാണ്, അവരുടെ മജ്ലിസുകളിൽ തന്നെയാണ്, അവരുടെ കോളേജുകളിൽ തന്നെയാണ്. അവരുടെ അതേ ബിരുദമാണ് അവർ നേടിയിട്ടുള്ളത്, വേറെ ബിരുദമല്ല. അവരുടെ വാദപ്രകാരം ഇവർ പറയുന്നതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. കാരണം അവരങ്ങനെയാണ് കാണുന്നത്. അതൊക്കെ അവരും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ തൗഹീദിന്റെ പ്രഭവം കാരണത്താൽ പലർക്കും അത് പറയാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രം. തൗഹീദിന്റെ പ്രചാരണം കാരണത്താൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവർക്ക് പലതും അത് പറയാൻ മടിയായിരുന്നു. പക്ഷെ ഇന്ന് ചില ഒരു മടിയും ഇല്ലാത്ത ആളുകൾ അത്തരത്തിലുള്ള റുബൂബിയത്തിൽ ശിർക്ക് പോലും സഹോദരങ്ങളെ പറയുന്നു. റുബൂബിയത്തിൽ പഴിച്ചുപോയ ആളുകളുണ്ട് എന്നറിയിക്കാനാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് യുക്തിവാദികളായ ആളുകളാണ്, അല്ലെങ്കിൽ രണ്ടാമത്തത് ചില കാര്യങ്ങൾ റുബൂബിയത്തിൽ ബഅസ് പോലെയുള്ള നിഷേധിക്കുന്ന ആളുകളാണ്. മൂന്നാമത്തത് ഇതുപോലെ തന്നെ പൂർണ്ണമായി അള്ളാഹുവിന് മാത്രം കഴിവുള്ള തദ്ബീർ, അത് ഇങ്ങനെയുള്ള പടപ്പുകൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എൻ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം അൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
അള്ളാഹു താലയ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തുകളിൽ മറ്റൊരാളിലും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇബാദത്ത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക എന്നുള്ളതാണ്. അത്രേ നോക്കേണ്ടുള്ളൂ. എളുപ്പം ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം ഇബാദത്താണോ അല്ലേ എന്ന് പഠിക്കുക. ഇബാദത്താണ് എങ്കിൽ അള്ളാഹുവിന് കൊടുത്താൽ അത് തൗഹീദ്, അള്ളാഹു അല്ലാത്ത ആളുകൾ കൊടുത്താൽ ശിർക്ക്. ഇത്രയേ ഉള്ളൂ കാര്യം. ദുആ ഇബാദത്താണോ അല്ലേ? ആർക്കാണ് തർക്കം? ദുആ പ്രാർത്ഥന എന്ന് പറയുന്ന ഇബാദത്താണോ അല്ലേ? ഇബാദത്താണ്. അല്ല, ഹദീസിൽ തന്നെ വന്നു അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ പ്രാർത്ഥന ഇബാദത്താണ് എങ്കിൽ അള്ളാഹുവിന് കൊടുത്താൽ അത് തൗഹീദാണ്, അള്ളാഹു അല്ലാത്ത ആളുകൾ കൊടുത്താലോ ശിർക്കാണ്. അള്ളാഹുവെ കാക്കണമേ എന്നത് പ്രാർത്ഥനയാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് കാക്കണേ എന്ന് പറഞ്ഞാൽ ഇത് ശിർക്കാണ്. മടവൂരെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. യാതൊരു സംശയവും വേണം. ഇത്ര എളുപ്പമുള്ള കാര്യമാണ് എന്ത്? അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. ഒരു കാര്യം ഇബാദത്താണോ അല്ലേ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇബാദത്താണോ അള്ളാഹുവിന് കൊടുത്താൽ അത് തൗഹീദാണ്, അള്ളാഹു അല്ലാത്ത ആളുകൾ കൊടുത്താൽ അത് ശിർക്കാണ്. ഡോക്ടറെ എനിക്കൊരു മരുന്ന് എഴുതി തരണം, പനിയുണ്ട്, അത് ഇബാദത്താണെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയും? ഒരിക്കലും ഒരു ഇബാദത്തല്ലല്ലോ അത്. ആരാണ് അത് പറയുക? ഇത്തരം ന്യായങ്ങളാണ് നമ്മൾ മൊയ്തീൻ ഷെയ്ഖ് കാക്കണമേ, മമ്പുറം തങ്ങളെ കാക്കണമേ, ഉള്ളാളം തങ്ങളെ കാക്കണമേ എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വെക്കലില്ല എന്നാണ്. ഏത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകാത്തത്? ഡോക്ടറോട് പോയി ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഡോക്ടറോട് പോയി ഡോക്ടറെ എന്തെങ്കിലും എന്നെ രക്ഷിക്കണം എന്റെ രോഗം എന്ന് പറഞ്ഞ ആരെങ്കിലും കരയാറുണ്ടോ? ഡോക്ടറോട് നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു കാരണം മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ, അല്ലെ? അതിലും ശിർക്ക് വരാം. ഒരാൾ വീട്ടിലിരുന്നിട്ട് അങ്ങുള്ള ഡോക്ടറോട് പ്രാർത്ഥിക്കുകയാണ് എന്റെ രോഗം മാറ്റിത്തരുന്നത് പറഞ്ഞ്, അങ്ങനെ ബുദ്ധിയുള്ള ആരും ചെയ്യുകയില്ല. ഉദാഹരണത്തിന് പറയാം, അത് അങ്ങനെ ശിർക്ക് വരാം. അല്ലാതെ ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്ക് പനിയുണ്ട്, ജലദോഷമുണ്ട്, ഇന്നുണ്ട്, സ്കാൻ ചെയ്യണം, മരുന്ന് തരണം, ഇത് ശിർക്കാണ്. അതായത് അവരുടെ ഉദ്ദേശം എന്തല്ല? അവരുടെ ഉദ്ദേശം നല്ലതല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ശിർക്കിനെ ന്യായീകരിക്കണം. പക്ഷെ ബുദ്ധിയുള്ള ആർക്കാണ് മനസ്സിലാവാത്തത്? നിങ്ങൾ വീട്ടിൽ ഉമ്മയോട് വെള്ളം ചോദിക്കാറില്ലേ? അതാണ് എന്തിനു തെളിവ്? അള്ളാഹ് അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവ്. ആരെങ്കിലും ഉമ്മയോട് പ്രാർത്ഥിച്ചതാണെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ? പ്രാർത്ഥന എന്നുള്ള വാക്കിന്റെ കേവല അർത്ഥം അറിയുന്ന ആരെങ്കിലും പറയുമോ? മുമ്പൊക്കെ ഇവർക്ക് പ്രാർത്ഥന എന്ന് പറയാൻ മടിയായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ സഹായം തട്ടും ചെയ്യുന്നത് ഒന്ന് തന്നെ, വാക്കിൽ മാത്രം വ്യത്യാസം. അങ്ങനെ അറബിയിലും പറയും ഇസ്തിഗാസ. അപ്പൊ ആൾക്കാർ അത് വേറെന്തോ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, അല്ലാത്തോട് ഇസ്തിഗാസ നടത്താൻ. അല്ല, അതേതായാലും മൂർക്ക് തെളിവില്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ സഹായം തരാൻ ഏതായാലും തെളിവില്ല. എന്നാൽ ഇസ്തിഗാസ അള്ളാഹുവിനോടാണ് നടത്തേണ്ടത് എന്നുള്ളത് ബദറിന്റെ ചരിത്രത്തിൽ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ഖുർആൻ ഓതുന്ന കാര്യമല്ല അത്. പക്ഷെ സഹോദരങ്ങൾ, ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നത് ആരാണ്? AP കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം, അയാൾ അൽ-അസ്ഹരി, അയാൾ പറഞ്ഞില്ലേ, നോളജ് സിറ്റിയുടെ പ്രവർത്തനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടപ്പോൾ ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. മാന്യമായിട്ട് പറഞ്ഞു, കാരണം എല്ലാവരും പ്രാർത്ഥിക്കാനാണ് ചെയ്യുന്നത്, പേര് മാറ്റിയിട്ട് എന്തിനാ? ഇയാൾ ഉള്ളതുപോലെ പറഞ്ഞു, ബദരീങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു സഹായം ലഭിച്ചു എന്ന് വ്യക്തമായ ശിർക്ക് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദ, പ്രാർത്ഥന ഇബാദത്താണ്. എങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾ കൊടുത്താൽ അത് ശിർക്കാണ്. ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ മുഴുവൻ പറഞ്ഞയച്ചത് ഈ വിശ്വാസം നേരെയാക്കാനാണ്. കാരണം പ്രബോധിത സമൂഹം എപ്പോഴും അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ തൊട്ട് അശ്രദ്ധരായിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഉൾപ്പെടെ അവർക്കെല്ലാം അള്ളാഹു തആലയെ കുറിച്ച് അറിയുകയും അള്ളാഹുവാണെല്ലാം നിയന്ത്രിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അവർക്ക് ഉണ്ടായിരുന്ന വീഴ്ച എന്ന് പറയുന്നത് ആ റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കുന്നതിലായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ മുഴുവൻ പറഞ്ഞയച്ചത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നോക്കൂ, അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും, ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. റബ്ബിനെ അവർക്ക് അറിയാം, അതുകൊണ്ട് റബ്ബക്കും, നിങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് അറിയാം. റബ്ബ് എന്ന് പറയുന്ന കാര്യം അവർക്കറിയാം. എന്നിട്ട് റബ്ബിനോട് ചെയ്യേണ്ടത് ഉഅ്ബുദു, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികു ബിഹി ഷൈഅൻ, ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, ഒന്നിനെയും. അറബി അറിയുന്ന ഇവരൊക്കെ അറബി പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തിനാണ് ഇവർ പഠിക്കുന്നത്? വലാ തുശ്രികു ബിഹി ഷൈഅൻ എന്നുള്ള ഖുർആനിൽ ഉപയോഗിച്ച വാക്ക് ഒന്നിനെയും എന്നാണ് അർത്ഥം. അതിൽ പിന്നെ ഒന്നും വരില്ല, പിന്നെ മറ്റൊന്നും വരില്ല. അങ്ങനെ കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഭാഷ അറിയണോ അതല്ലെങ്കിൽ നിനക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സഹോദരങ്ങൾ. അങ്ങനെ ഖുർആൻ അത് ആദ്യം മുതൽ അവസാനം വരെ ഓതുന്ന ഏതൊരാൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും.
ഓരോ നിസ്കാരത്തിലും അല്ലാഹു തആല അള്ളാഹുവിലുള്ള ഈ വിശ്വാസമാണ് നമ്മളോട് പുതുക്കിക്കൊണ്ടേയിരിക്കാൻ പറയുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, സഹായതേട്ടവും നിന്നോട് തന്നെ ചെയ്യുന്നു, എല്ലാ സഹായം ചോദിക്കലും നിന്നോട് തന്നെ ചെയ്യുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇനി അവസാനത്തെ സൂറത്ത് എടുത്താൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, രക്ഷതേട്ടം ജനങ്ങളുടെ റബ്ബിനോടാണ് രക്ഷതേട്ടം. ജനങ്ങളോട് ഒരാളുമല്ല, രണ്ടാളേ ഉള്ളൂ, റബ്ബുന്നാസും പിന്നെ നാസുമാണ്. ജനങ്ങളും റബ്ബുമാണുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബുന്നാസിനോടാണ്, നാസിനോടല്ല. സി എം മടവൂർ നാസിലാണ് ഉൾപ്പെടുക, റബ്ബിലാണ് ഉൾപ്പെടുക എന്ന് എനിക്ക് വാദമുണ്ട്. അല്ലെങ്കിൽ ഉള്ളാളം നിങ്ങൾ റബ്ബിലാണോ അല്ലെ നാസിലാണോ ഉൾപ്പെടുക? നാസിലാണ്, ജനങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് രക്ഷ തേടാൻ പറഞ്ഞത്. ഒന്നാമത്തെ സൂറത്തും അവസാനത്തെ സൂറത്തുമാണ് പറഞ്ഞത്. ഏത് സൂറത്ത് എടുത്തു നോക്കിയാലും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇനി നിസ്കാരത്തിൽ കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നമ്മൾ ആദ്യം തന്നെ ഓതുന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യമാണ്. ഖുൽ, നബിയെ പറയുക, ഇന്ന സ്വലാത്തി, ഖുർആനിലെ ആയത്താണത്, എന്റെ നിസ്കാരം മുഴുവൻ, വനുസുക്കി, എന്റെ ആരാധന കർമ്മം മുഴുവൻ, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകും. എന്റെ ജീവിതവും മരണമുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു, യാതൊരു പങ്കാളിയും അതിലില്ല. വബിദാലിക ഉമിർതു, അതാണ് അല്ലാഹു എന്നോട് കൽപ്പിച്ചത്. വഅന അവ്വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ആദ്യത്തെ ആൾ ഞാനാണ് എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങൾ, അല്ലാഹു തആല നമ്മളെ പടച്ചത് തന്നെ, അല്ലാഹു തആല അമ്പിയാക്കളെ പറഞ്ഞയച്ചത് തന്നെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മുഴുവൻ ജനതയിലേക്കും അല്ലാഹു തആല അമ്പിയാക്കളെ അയച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ അല്ലാഹു അയച്ചിട്ടുണ്ട്. അതാരാണെന്ന് നമുക്ക് അറിയുകയില്ല. ഓരോ നാട്ടിലും ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? ഉണ്ടാകും. ആരാണെന്ന് അറിയുമോ? ഖാദിയാനികൾ പറയുന്നത് പോലെ ശ്രീകൃഷ്ണൻ പ്രവാചകനാണെന്ന് നമ്മൾ പറയുമോ? നഊദു ബില്ലാഹ്, ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ കുഫറാണത്. അവരെ അല്ലാതെ തന്നെ അള്ളാഹു അല്ലാതെ തന്നെ ഒരു മനുഷ്യനെ, സാധാരണ മനുഷ്യൻ നബിയാണെന്ന് പറഞ്ഞ് കാഫിറുകളായ ആളുകളാണ് അവർ. അതുകൊണ്ട് അവർക്ക് അത് പേടിയില്ല. എല്ലാവരും നബിമാരാണ്. പക്ഷെ എല്ലാ നാട്ടിലും വന്നിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല. വിഷയം, ഈ റസൂലുമാരെല്ലാം ക്ഷണിച്ചത് അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, താഗൂത്തുകൾ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും ഉപേക്ഷിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇത് ധാരാളം തെളിവുകൾ പറയേണ്ട ഒരുപാട് ഉള്ള കാര്യമാണ്. അതിലേക്ക് ഒന്നും പ്രവേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല രൂപത്തിൽ ചില സമയത്ത് കൽപ്പിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ചില സമയത്ത് ജീവിതത്തിൽ അല്ലാഹു തആല പടച്ചതിന്റെ ലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ചില സ്ഥലങ്ങളിൽ അല്ലാഹു തആല അമ്പിയാക്കളെ പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യമായിട്ട് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ യഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ ഇറക്കിയതിന്റെ കാരണമായിട്ട് യുനസ്സിലുൽ മലായികത്തു ബിർറൂഹി മിൻ അംരി, അല്ലാഹുവിന്റെ കൽപ്പനയാൽ ജിബ്രീൽ എന്ത് ചെയ്യുകയാണ്? കിതാബുമായി ഇറങ്ങുകയാണ്. അലാ മയ്യശാഉ മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന നബിമാരിൽ അൻ അൻസിറു, അവർക്ക് താക്കീത് ചെയ്യാൻ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, ഫത്തഖൂ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. ഇങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു തആല പല സ്ഥലങ്ങളിലും തൗഹീദിനെ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കുകയും ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഇത് വിശ്വസിക്കാതെ ഒരാൾക്കും ആരാകാൻ സാധിക്കുകയില്ല, മുഅ്മിനാകാൻ സാധിക്കുകയില്ല, അല്ലാഹുവിലെ വിശ്വാസം പൂർത്തിയാവുകയില്ല. നാലാമത്തെ കാര്യം അർ-റാബിഅ അൽ ഈമാനു ബി അസ്മാഇല്ലാഹി വസിഫാത്തിഹി, അല്ലാഹുവിന്റെ നാമവിശേഷ ഗുണങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഈ പറയുന്ന ഓരോ ഹെഡിങ്ങുകളും ചിലപ്പോൾ അതിൽ നമുക്കൊരു കിതാബ് പഠിക്കേണ്ടി വരും, അതിൽ വിശാലമായി പഠിക്കാൻ. ഒന്നാമത്തെ വുജൂദിന്റെ കാര്യത്തിൽ നമുക്കൊരു കിതാബ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ 4 തെളിവുകൾ തന്നെ ധാരാളമാണ്. റുബൂബിയത്തിന്റെ കാര്യത്തിലും പണ്ഡിതന്മാർ വല്ലാതെ കിതാബുകൾ എഴുതാറില്ല. അല്ലാഹു തആലയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ സ്നേഹം കൂടാനൊക്കെ അസ്മാ വ സിഫാത്തിൽ തന്നെ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ഒരുപാട് കിതാബ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മൂന്നാമത്തെ പറഞ്ഞാൽ ഈമാനു ബി ഉലൂഹിയത്തില്ല, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ കുറിച്ച് പഠിക്കാൻ ചില കിതാബുകൾ നമ്മൾ പഠിച്ചാൽ അത് നമുക്ക് നല്ലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബാണ് നമുക്ക് പഠിക്കാൻ പറ്റിയത്, കിതാബു തൗഹീദ് എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് 67ഓളം അധ്യായങ്ങളിലൂടെ തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നതിന് ഖുർആനിൽ വന്ന മുഴുവൻ ആയത്തുകളും ഹദീസുകളും സഹാബികളുടെ കൗലുകളും മാത്രമായി, അദ്ദേഹത്തിന്റെ ഭാഗം ഒരു വാക്കില്ല, അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണത്. അത് നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കണം. അതൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈമാനു ഉലൂഹിയത്തില്ല നമുക്ക് നന്നായി പഠിച്ചു മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമുക്ക് ഉലൂഹിയത്തിന്റെ എല്ലാ അംശങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. അത് നമ്മൾ ശരിക്കും പഠിച്ചാൽ സഹോദരങ്ങളെ
ഏത് രൂപത്തിലുള്ള സന്ദേഹങ്ങൾ, സംശയങ്ങൾ ഇളക്കി വിടുമ്പോഴും നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. നമുക്ക് ആടിപ്പോവുകയില്ല. എന്ത് തെളിവുകൾ എടുത്തുകൊണ്ട് വന്നാലും അതിന് ഖുർആനിൽ നിന്ന് കൃത്യമായ തെളിവ് നമ്മുടെ കൽബിന് ആദ്യം ആവശ്യമാണ്, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ആവശ്യമാണ്. അതുകൊണ്ട് പഠിക്കണം. മുഴുവൻ ആളുകളോട് നസീഹത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു കിതാബ് ഇവിടെ ആരംഭിക്കും. മാസാമാസമുള്ള നമ്മൾ ദർസിൽ ഇൻഷാ അല്ലാഹ് അത് ഉൾപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് പറയും. ഇനി നാലാമത്തത് അൽ ഈമാൻ ബി അസ്മാഇല്ലാഹി വസിഫാത്തി. അതിനെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളാണ് നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അത് ചുരുങ്ങിയ പ്രധാനപ്പെട്ട കാര്യം പറയാം. അതിന് ഏറ്റവും സഹായകമാകുന്ന ഒരു കിതാബാണ് അൽ അഖീദത്തുൽ വാസിതിയ്യ എന്നൊക്കെ പോലെയുള്ള കിതാബുകൾ. ഏറ്റവും പ്രാഥമികമായി പഠിക്കേണ്ട കിതാബാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കിതാബാണ്. അതുപോലെ ധാരാളം കിതാബുകൾ അദ്ദേഹം ആ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. അതല്ലാത്ത പണ്ഡിതന്മാരും രചിച്ചിട്ടുണ്ട്. അപ്പം സഹോദരങ്ങൾ, അൽ ഈമാൻ ബി അസ്മാഇല്ലാഹി വസിഫാത്തി, ഇതിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം നാമങ്ങളുണ്ട്, ധാരാളക്കണക്കിന് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ നമ്മൾ അതുപോലെ വിശ്വസിക്കണം. മനോഹരമായ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്ന പേരുകൾ മാത്രമേ അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പേരുകൾ പറഞ്ഞിട്ട് മറ്റേതെങ്കിലുമൊക്കെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് ആ പേരുകളൊക്കെ അള്ളാഹുവിനുണ്ട് എന്ന് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹു കിതാബിൽ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് പഠിപ്പിക്കണം. ആ പേരുകളും വിശേഷണങ്ങളും അള്ളാഹു തആലക്കുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്ന സമയത്ത് വളരെ എളുപ്പമുള്ള വിശ്വാസമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ. അത് അതുപോലെ വിശ്വസിക്കുക. എന്താണോ പറയുന്നത് അള്ളാഹുവിന് യോജിക്കുന്നത് പോലെയുണ്ട്. അതിലൊരു തഹരീഫ് നടത്താൻ പാടില്ല. എന്താണ് തഹരീഫ് എന്ന് പറഞ്ഞാൽ? തെറ്റായ അർത്ഥം നൽകുക, തെറ്റായ അർത്ഥം നൽകി പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറയുന്നത് അത് ശക്തിയെ കുറിക്കുന്നു, അത് ശക്തി എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് തെറ്റായ അർത്ഥം നൽകാൻ പാടില്ല. കാരണം ഭാഷയിലും അത് തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൈയുണ്ട്. പക്ഷെ നമ്മുടെ ഈ കൈ പോലെയേ അല്ല. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കണം. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഈ കൈ പോലെയേ അല്ല. അപ്പൊ തഹരീഫ് ചെയ്യാൻ പാടില്ല, തഹരീഫ് ചെയ്യാൻ പാടില്ല. അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമത്തത് തഅതീൽ ചെയ്യാൻ പാടില്ല. പൂർണ്ണമായി അതിനെ നിഷേധിക്കുക. അള്ളാഹുവിന് സിഫത്തുകളില്ല. അങ്ങനെയാണ് ഇവിടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അശ്അരി അഖീദയിലും അതുപോലെ തന്നെ ജഹ്മിയാക്കൾ മുഴുവനായി നിഷേധിക്കുന്നവരാണ്. അശ്അരികൾ അള്ളാഹുവിന് 7ഓളം സിഫത്ത് മാത്രം വിശ്വസിക്കുകയും ബാക്കി അള്ളാഹു തആലയുടെ വിശേഷണങ്ങളൊന്നും നിഷേധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിശേഷണം അതിനെ നിഷേധിക്കുന്ന ആളുകൾ ശരിക്കും ശ്രമിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അവർ എന്തിനാണ് നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവർ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ പടപ്പുകളോട് ഉപമിക്കുകയാകുകയില്ലേ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തിൽ വിശ്വാസത്തിൽപ്പെട്ട അടുത്ത കാര്യമാണ്. അവർക്കങ്ങനെ പടപ്പുകളോട് ഉപമിക്കാൻ പാടില്ല, തക്കീഫ് പാടില്ല. അതുപോലെ തന്നെ തംസീൽ, സൃഷ്ടികളെ പോലെ ഉണ്ട്, ഇന്നതുപോലെയാണ് എന്ന് പറയാനും പാടില്ല. അവരങ്ങനെ ആദ്യം അള്ളാഹു തആല എന്ത് ചെയ്യും? ഇന്നത് പോലെയാണെന്ന് ചിന്തിക്കും. അങ്ങനെ അത് പാടെ നിഷേധിക്കും. അങ്ങനെയാണ് നിഷേധത്തിലേക്ക് എത്തുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന അടിസ്ഥാനം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു തആലയെ പോലെ മറ്റാരുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനോടൊത്ത ആരുമില്ല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളിൽ ഒന്നിനോടും പോലെയല്ല, അല്ലെ? അതാണ് ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള കാരണം, നിഷേധിക്കാനുള്ള കാരണം അതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഒരു വിശേഷണമുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്. മനുഷ്യരുടെയോ ഒന്നിന്റെയും മുഖം പോലെ അല്ല. അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കണങ്കാലുണ്ട്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് മനുഷ്യർ ചെയ്യുന്നത് പോലെയല്ല. രാത്രിയുടെ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 1ാം ആകാശത്തിലേക്ക് ഇറങ്ങും. നുസൂൽ അള്ളാഹുവിന്റെ സിഫത്താണ്. അത് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് അത്? അപ്പൊ ഒരു സ്ഥലത്ത് രാത്രി ഒരു സ്ഥലത്ത് പകലൊക്കെ ആയിരിക്കില്ലേ? അപ്പൊ അതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമല്ല അത്. കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് അത് ചിന്തിച്ചെടുക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കണ്ണിന് പരിമിതി ഉള്ളതുപോലെ, നമ്മുടെ കാതിന് പരിമിതി ഉള്ളതുപോലെ ഇത്തരം കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ അള്ളാഹു അറിയിച്ചതുപോലെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയാണ് അള്ളാഹു തആല പരീക്ഷിച്ചത്, അതുപോലെ വിശ്വസിക്കുക. അപ്പോൾ അവർ തഹരീഫ് നടത്തുകയില്ല, തെറ്റായ അർത്ഥം നൽകുകയില്ല, അതുപോലെ അതിന് പാടെ നിഷേധിച്ച് കളയുകയില്ല. അതിന് ഇന്ന രൂപം പോലെയാണ് എന്ന് പറയുകയില്ല, സൃഷ്ടികളോട് ഉപമപ്പെടുത്തുകയില്ല, ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. മറിച്ച് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. വഹുവ സമീഉൽ അലീം, എന്നാൽ വഹുവ സമീഉൽ ബസീർ, എന്നാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനാണ്. അള്ളാഹു നോക്കൂ, ആദ്യം അവിടെ നഫി നടത്തി.
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മറ്റൊന്നും സാദൃശ്യമുള്ളതില്ല എന്നിട്ട് ഇസ്ബാത്ത് നടത്തുകയാണ്. എന്നാൽ അള്ളാഹു തആല സമീ ആണ്, കാണുന്നവരാണ്. അള്ളാഹുവിന്റെ സം എന്ന് പറയുന്ന കേൾവി എന്ന് പറയുന്ന സിഫത്തിനെ അള്ളാഹു തആല അവിടെ സ്ഥിരപ്പെടുത്തുന്നു. സമീ എന്ന് പറയുന്ന നാമത്തെയും അവിടെ സ്ഥിരപ്പെടുത്തുന്നു. അതുപോലെ ബസീർ ആണെന്ന് പറയുന്നു. അള്ളാഹുവിന് കാഴ്ച, അള്ളാഹു കാണുന്നവനാണ് എന്ന സിഫത്തിനെയും അള്ളാഹുവിന് ബസീർ എന്നുള്ള പേരിനെയും അവിടെ സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നു, എന്നാൽ അതോടൊപ്പം അടിമകളോട് ഒന്നിനും സാദൃശ്യമില്ല എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങൾ പറയുകയും ചെയ്യുന്നു. അത്ര എളുപ്പമുള്ള കാര്യമാണിത്. ഇനി ഈ അസ്മാ വ സിഫാത്ത് പഠിക്കുന്നതിലൂടെ സഹോദരങ്ങളെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അള്ളാഹു തആലയുടെ അസ്മാ വ സിഫാത്ത് പഠിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ്, പോകാനുള്ള മാർഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മാ. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്, പക്ഷെ അതിൽ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100-1 കുറവ്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് കൃത്യമായി മനഃപ്പാഠമാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ, ഇഹ്സാ നടത്തുക എന്ന് പറഞ്ഞാൽ കേവലം മനഃപ്പാഠമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കണം. ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ്. 1-2 ഉദാഹരണം പറയുകയാണെങ്കിൽ, അള്ളാഹു തആല എല്ലാം കേൾക്കുന്നവനും ആണ് എന്ന് പറയുന്ന സമയത്ത് സഹോദരങ്ങളെ നമ്മൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കും. കാരണം അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വാക്ക് പറയാൻ സാധിക്കില്ല. അള്ളാഹു എല്ലാം കേൾക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ പറഞ്ഞാലും അള്ളാഹു തആല കേൾക്കും, നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞാലും കേൾക്കും, എല്ലാം അള്ളാഹു തആല കേൾക്കും. അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുട്ടിൽ ചെയ്താലും ഇരുട്ടിനെ പടച്ച അള്ളാഹു ഇത് കാണും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണും. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് മുന്നിൽ നന്നാക്കും. അള്ളാഹുവിനെ കുറിച്ച് ഓരോ നാമങ്ങൾ പഠിക്കുന്ന സമയത്ത് അള്ളാഹു ഗഫാറാണ്, എല്ലാം പുറത്തു തരുന്നവനാണ് എന്നുള്ള സിഫത്ത് മനസ്സിലാക്കുന്നവൻ പാപിക്ക് പ്രതീക്ഷയുണ്ട്. എന്നെ ആരും കൈവിടുകയില്ല, എല്ലാം പൊറുക്കുന്നവൻ എൻ്റെ ഈ പാപവും പൊറുക്കുന്നതാണ്. അള്ളാഹു തആല ചോദിച്ചതുപോലെ അള്ളാഹു അല്ലാതെ ആരാണ് പാപം പൊറുക്കാനുള്ളത്? അള്ളാഹുവിന് ഗഫൂർ എന്നുള്ള വാക്ക്, ഗഫാർ എന്നുള്ള വാക്ക്, ഇതെല്ലാം പാപികൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ്. അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ് ശദീദുൽ ഇഖാബ്, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പാപികൾക്ക് പാപത്തുനിന്ന് വിട്ടു നിൽക്കാൻ ആ കാരണം മതിയാകുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, സിഫത്തുകൾ മനസ്സിലാക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ ഈ വിഷയത്തിന്റെ അടിസ്ഥാന വിശ്വാസവും അതുപോലെ ഇതുകൊണ്ടുള്ള നേട്ടങ്ങളും ആവർത്തിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിന്റെ ഒരു ചുരുക്കമാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായി പഠിക്കുകയാണ് എങ്കിൽ ധാരാളം സമയങ്ങൾ നമുക്ക് വേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയം ഇത് പഠിക്കാൻ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം ഇത് വിശ്വാസ കാര്യമാണ്. ഈ വിശ്വാസ കാര്യങ്ങൾ എത്രത്തോളം നന്നാക്കുന്നുവോ അത്രത്തോളം നമ്മുടെ അമലുകൾ ഭംഗിയുള്ളതാകും, മാറ്റുള്ളതാകും, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാകും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളിൽ പലർക്കും നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അറിയാം, ജക്കാത്തിന്റെ കാര്യങ്ങൾ അറിയുന്നവരുണ്ടാകും, നോമ്പിന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടാകും, ഹജ്ജിന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടാകും. പക്ഷെ വിശ്വാസ കാര്യങ്ങൾ അത് ആഴത്തിലുള്ള ഒന്നും അറിയില്ല എങ്കിൽ അത് നമ്മുടെ വീഴ്ചയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. സ്വന്തമായി ഇനിയും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് നല്ല നമുക്ക് അവലംബിക്കാവുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ടും പഠിക്കണം. അങ്ങനെ നമ്മുടെ ഈ ഒരു വിശ്വാസ കാര്യങ്ങൾ നമ്മൾ ഓരോന്നും നന്നായി പഠിക്കേണ്ടതുണ്ട് എന്നൊരു ബോധം മൊത്തത്തിൽ ഈ ദൗറയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമാകുന്ന ഒരു ഇരുത്തമാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ഫദ്ല് കാരണത്താൽ, അള്ളാഹു നൽകിയ ഔദാര്യം, അള്ളാഹു നൽകിയ അതിനുള്ള വില കാരണത്താൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.